ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കുന്ന പതിവുണ്ട്. ഇന്ന് നമ്മളങ്ങനെ വായിക്കാമെന്ന് വിചാരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടി എന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുന്നതിനെ കുറിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭൂമി മാറിയ ശേഷം യേശുവിൻ്റെ സഭ വെളിപ്പെടുന്നതിനെ കുറിക്കുന്ന ചില ആശയങ്ങൾ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലുള്ളതുകൊണ്ട് നമുക്ക് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. വേദപുസ്തകങ്ങൾ ഉള്ളവർ എടുത്തുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ളത് പോലെ വായിക്കുന്ന സമയത്ത് തിരുവചനത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന പതിവുണ്ട്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ വന്നാട്ടെ. ഉണ്ണിപ്പാസ്റ്റേ വരാമോ? ഒന്ന് വായിച്ചു കൊടുക്കാമോ? വന്ന് വായിക്കാമോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. 2 പത്രോസ് 3-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് യേശുവിൻ്റെ വരവിനെയും മണവാട്ടി സഭയെയും കുറിച്ച് ചിത്രീകരിക്കുന്നതാണല്ലോ. നമുക്ക് ചേർന്ന് വായിക്കാം. ഉണ്ണിപ്പാസ്റ്റർ ദയവായിട്ട് ഇത് ലീഡ് ചെയ്യും. നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, അവനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ എന്ന് പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവായവൻ തന്നെ നിൽക്കും ഓർത്തുകൊള്ളേണ്ടത് തന്നെ. ഈ ലേഖനത്തിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ പരമാർത്ഥമുള്ള മനസ്സുണർത്തുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വചനത്താൽ അവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലം സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ തോട് അന്ത്യകാലത്ത് ഒരു വിശേഷത അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായി ഭൂമിയും പണ്ട് സംവത്സരത്തെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ തന്നെ ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശം ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ന്യായവിധിക്കും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാൻ ദിവസത്തേക്കും കാത്തുമിരിക്കുന്നു എന്നവർ അറിഞ്ഞ മനസ്സും മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് നിങ്ങൾക്ക് എഴുതുവാൻ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം പോലും ഒരു ദിവസം എന്ന പോലെയും ഇരിക്കുന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് അതിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചുപോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്നാകാശം കൊടുമഴുക്കത്തോടൊഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഈ ഒക്കെയും അഴിയുവാനുള്ളതായിരിക്കാൽ ആകാശം ചുറ്റഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുകാനുമുള്ള ദൈവത്തിൻ്റെ വരവ് കാത്തിരിക്കുന്ന ബന്ധപ്പെട്ടവയ്ക്കുണ്ട്. നിങ്ങളെത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചു നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയ്ക്കായി രക്ഷ എന്നെ വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവൾ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തതും അസ്ഥിരമായവർ ശേഷം തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം ശ്രദ്ധ വിട്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവും യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനും വളരുവിൻ. അവനിപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ദയവായി എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാലും നമ്മൾ ഈ ദിവസങ്ങളിലായി ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിയെ ചേർക്കേണ്ടതിന് വേണ്ടി താൻ മടങ്ങി വരുന്നതും, മണവാട്ടിയായ സഭ തന്നെത്താൻ ഒരുക്കുന്നതും, മണവാട്ടിയായ സഭ ഈ മണ്ണിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന വിഷയങ്ങളെക്കുറിച്ചുമാണ് ആധാരമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ദയവായി അത് വായിക്കാമോ? ഒന്നുകൂടെ വായിക്കാമോ? അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സാഹചര്യത്തിൽ ആ സഭയെ കണ്ടുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നതായ ഒരു വാക്യമാണിത്. യേശുവിൻ്റെ കാന്തയായ മണവാട്ടിക്ക് അവളുടെ വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുവാൻ, അതായത് അവളുടെ നീതിപ്രവർത്തികൾ, ദൈവം അവളെ കൊണ്ട് ഭൂമിയിൽ ചെയ്യിച്ച, തന്നെത്താൻ അവൾ ഒരുക്കി കർത്താവിന് വേണ്ടി ചെയ്ത നീതിപ്രവർത്തികളെ കൊണ്ട് തന്നെത്താൻ അലങ്കരിച്ചിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ അന്തിക്രിസ്തുവിൻ്റെ മണവാട്ടി, അതായത് മർമ്മം മഹദിയം ബാബിലോൺ എന്ന വേശ്യയെക്കുറിച്ച് അവളും സ്വയം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് ക്രിസ്തുവിന് അനുരൂപമായിട്ടല്ല, അവളുടെ ആ പ്രിയന് അനുരൂപമായി
അവളെ തന്നെ ഒരുക്കിയ കഥ നമ്മൾ വായിച്ചു. 17-ാമത്തെ അധ്യായത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചപ്പോൾ എവിടെ നിന്നാണ് ഈ മണവാട്ടിയെ കൊണ്ടുവന്നത്? നശിച്ചു കിടന്ന, നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ നിന്നാണ് ഈ മണവാട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. ഒരു ഉദാഹരണത്തിൽ മുടിയനായ പുത്രൻ്റെ ചരിത്രം നമ്മൾ എടുത്തു കണ്ടു. അപ്പൻ്റെ ഭവനം വിട്ട് അന്യനാട്ടിലേക്ക് പോയി സകലതും തകർന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ അവന് തന്നെ സുബോധം വന്ന് മടങ്ങി വരുവാൻ തീരുമാനിച്ച് അപ്പൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് മടങ്ങി വന്ന മകനെ അപ്പൻ അംഗീകരിക്കുകയും പുതിയ വസ്ത്രം കൊടുത്തും പുതിയ നന്മ കൊടുത്തും അവനെ മകനാക്കി തിരികെ എടുക്കുകയും ചെയ്തതുപോലെ തെറ്റിപ്പോയ നമ്മെ, പാപത്തിൽ വലഞ്ഞുപോയ നമ്മെ, ലോകത്താൽ വികൃതമാക്കപ്പെട്ട നമ്മെ മടങ്ങി വരുമെങ്കിൽ തിരിച്ചെടുക്കുന്ന ദൈവകൃപയാൽ നമ്മെ രൂപീകരിച്ചാണ് തൻ്റെ മണവാട്ടി സഭയാക്കി മാറ്റുന്നത്. രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ ചിന്തിച്ചത് എസെക്കിയേലിൻ്റെ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ കാണുന്ന അസ്ഥിത്താഴ്വര പോലെ തകർന്ന് നശിച്ചുപോയ സാഹചര്യത്തിൽ അസ്ഥിയോട് പോലും ചേരാതെ ബന്ധം വിട്ട് ഇനി ഒരു കാലത്തും യാതൊരു വിമോചനത്തിനും വകയില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ചയിൽ വല്ലാതെ വലഞ്ഞുപോയവരെ വരെ ഭൂകമ്പങ്ങൾ വരെ വരുത്തി തിരികെ കൊണ്ടുവന്ന് ദൈവം ഉദ്ധരിച്ചെടുത്തൊരു സൈന്യമാക്കി നിർത്തുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എങ്ങനെയായിരിക്കും അത് സംഭവിക്കുന്നത്? ആ പഴയ മനുഷ്യനെ മാറ്റി കൃപയാൽ, യേശുവിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ദൈവകൃപയ്ക്ക് യോഗ്യമായ ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ഈ മണ്ണിൽ ആക്കുകയും നാം ജലസ്നാനത്താൽ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് അനുരൂപപ്പെട്ട് നമ്മെ തന്നെ ദൈവകൃപയിൽ സമർപ്പിച്ച് പോകുകയും ചെയ്യുക എന്ന ആശയത്തിൽ വരെ നമ്മൾ വന്നിരുന്നു. ഇന്ന് നമുക്ക് അടുത്തൊരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഒറ്റ വാക്യം വായിച്ചാൽ മതി. ഉത്തമഗീതം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. എൻ്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. മതി. ഉത്തമഗീതത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പേ പ്രസംഗിച്ച് കാണത്തില്ല. 10-40 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ഉത്തമഗീതത്തിൽ നിന്നുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, തിരിച്ചു പറയാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തോ പ്രായത്തിൻ്റെ പക്വതയിൽ നിന്നുകൊണ്ട് മതി എന്ന ചിന്ത കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലെങ്ങും പോകാഞ്ഞത്. ഇന്നും ഞാൻ ഉത്തമഗീതത്തിലേക്ക് പോകാൻ അല്ല ആഗ്രഹിക്കുന്നത്. 2-3 വാക്യങ്ങൾ അവിടെയും ഇവിടെ നിന്നും വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 10-70 വയസ്സിന് അപ്പുറത്തോട്ട് ജീവിച്ചാൽ പ്രസംഗിക്കണമെന്ന ആശയമുണ്ട്. അതാതിൻ്റെ പ്രായത്തിലും അതാതിൻ്റെ പക്വതയിലും ഉപയോഗിക്കേണ്ട വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് കൊള്ളാം എന്ന ആശയത്തിൽ മാത്രമാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സഭയ മണവാട്ടിയെ പഴയ നിയമ ചരിത്രത്തിൽ ഒരു കവിതാ രൂപത്തിൽ ഉപമിച്ചിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഉത്തമഗീതം. ഉത്തമഗീതത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇതേ വാക്യത്തിൽ നിന്ന് ഒരു കർത്തൃദാസൻ വളരെ വിശദമായി വിശദീകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയുടെ പ്രത്യേകത എന്ത് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. പല കുതിരകൾ ഉള്ളതിൽ നിന്ന് ഏറ്റവും അനുസരണവും ഏറ്റവും ബുദ്ധിയുള്ളതുമായ കുതിരകളെ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് അദ്ദേഹം ആ അനുസരണത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഓർക്കുന്നു. ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവയെ മാത്രം വേർതിരിച്ചെടുത്ത് അതിൻ്റെ മരണം പോലും വിഷയമല്ല, അനുസരണമാണ് വലുത് എന്ന് തൻ്റെ അനുസരണം തെളിയിച്ച് കഴിഞ്ഞ കുതിരയെ മാത്രമേ ഫറവോൻ്റെ രഥത്തിന് കെട്ടുവാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തമഗീതത്തിൽ നിന്ന് മാറാതെ തന്നെ യോബിൻ്റെ പുസ്തകം 39-ന്റെ 19 മുതൽ 25 വരെയുള്ള ചില നീണ്ട വാക്യങ്ങൾ കുതിരയെ കുറിക്കുന്ന ഒരു വിശദീകരണം തിരുസഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കയാൽ അത് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉത്തമഗീതത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ പഴയ നിയമ ഉദാഹരണങ്ങളിൽ ഒന്നിനെ വിശദീകരിക്കേണ്ടതിന് ഉപയോഗിച്ചിരിക്കുന്ന ഉത്തമഗീതത്തിൽ നിന്ന് യേശുവിൻ്റെ മണവാട്ടിയായ സഭയെ ഉപമിച്ചിരിക്കുന്നത് ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോടാണെങ്കിൽ ആ പെൺകുതിരയുടെ അല്ലെങ്കിൽ ആ കുതിരയുടെ ലക്ഷണങ്ങളിൽ ചിലതിനെ യോബ് വർണ്ണിക്കുന്നത് കാണാം. തിരുവചനത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതും ഏറ്റവും പ്രാചീനവുമായ പുസ്തകം യോബിൻ്റെ പുസ്തകമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ യോബിൻ്റെ പുസ്തകത്തിൽ ഈ കുതിരയെക്കുറിച്ച് ദൈവമായ കർത്താവ് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്ന് വായിക്കാം. 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ദയവായി നോക്കാം. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുക്കുന്നത്, അതിൻ്റെ കഴുത്തിന് നീയോ കുഞ്ചിരവും അണിയിച്ചത്, നിനക്ക് അതിനെ വെട്ടുകിളിയെപ്പോലെ ചാടിക്കാമോ? അതിൻ്റെ ഹുങ്കാരപ്രതാപം ഭയങ്കരം, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു, അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു, അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു, വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല, അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുവിലുക്കുന്നു, അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു, കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുകയില്ല,
കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മണക്കുന്നു. ഈ വാക്യങ്ങളിൽ ദൈവസഭയെ കുറിക്കുന്ന കുതിരയോട് ഉപമിക്കുന്ന ചില രംഗങ്ങളാണ് ചേർക്കുന്നത്. ഞാൻ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ സഭയായ മണവാട്ടിയെ ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് ഒരുക്കുന്നത് എങ്ങനെ? അതിൻ്റെ ഒരു വശത്ത് നിർമ്മലത, ഭക്തി, നമ്മളവിടെ മടങ്ങി വരും. നിർമ്മലത, ഭക്തി, ദൈവകൃപ എന്നിവയുടെ ആകത്തുക ഉണ്ടായിരിക്കണം. മറുവശത്ത് ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ദൈവം നേരിട്ട് യോബിനോട് ചോദിക്കുമ്പോൾ കുതിരയുടെ ചില പ്രത്യേകതകൾ ദൈവം തന്നെ എടുത്തു പറയുന്നത്, പടക്കുതിരയുടെ രഥത്തിന് കെട്ടപ്പെടുന്ന രാജാവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന കുതിരയുടെ ചില പ്രത്യേകതകൾ ദൈവം തന്നെ എടുത്തു പറയുന്നത് ഇന്ന് സഭയ്ക്ക് വേണ്ടി ചേർത്ത് ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഒരു വാക്കും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു തുടരാൻ പോകുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഇതിലെ ചില ഭാഗങ്ങൾ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ കുടുംബങ്ങളിലും ചിലരുടെ വ്യക്തികളിലും ക്രിയാത്മകമായി മാറുമെന്ന്. ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാധാരണ ഇത് ചെയ്യുന്ന പതിവില്ല. ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആലോചനകളിൽ തന്ന കൃപയ്ക്കൊത്തവണ്ണം ടൈം ഫ്രെയിമിനകത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യാവുന്നത് ചെയ്തേച്ചാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. പ്രാർത്ഥനയോടെ ഞാനിവിടെ വന്നത്. എന്നാൽ ഈ പ്രത്യേക വാക്കുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ പറയുന്നു, ഇന്ന് ഇതിനകത്തുനിന്ന് ചിലത്, ഞാൻ ആക്ച്വലി നീണ്ട ഒരു ഭാഗം എടുക്കാനാണ് വന്നേ, എത്രയും പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. ഈ എടുക്കുന്ന ഭാഗങ്ങളിൽ ചിലത് ചില വ്യക്തികളുടെ കുടുംബത്തിലും ചില വ്യക്തികളുടെ ജീവിതത്തിലും ബാധകമായി വരേണ്ടതിന് വചന ശുശ്രൂഷയായി ഇത് മാറും എന്ന് ദൈവാത്മാവ് പറയുന്നതിനാൽ എവിടോട്ടൊക്കെ പോകുന്ന ഇപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല. പതിവിന് വിപരീതമായി നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. സഭയൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ വ്യക്തികളിൽ ജീവിതങ്ങളിൽ ഇത് പ്രയോജനമാകേണ്ടതിന് അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾ കഴിവുള്ളിടത്തോളം ഭക്തിയോടെ എങ്ങനെ നിങ്ങളെ തന്നെ കണ്ടക്ട് ചെയ്യുവാൻ കഴിയും അങ്ങനെ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടൂ. തമ്പുരാൻ ചിലത് ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ അകത്തേക്ക് ഞങ്ങളെ നടത്തണമേ. വായിച്ച ഏറ്റവും പഴയ പുസ്തകത്തിൽ നിന്ന്, ഏറ്റവും പഴയ പുസ്തകമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തിരുസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചിലത് അങ്ങയുടെ തിരുവായി ഒഴിഞ്ഞ് യോബിനോട് കൽപ്പിച്ചത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകേണ്ടതിന് അടിയനെ തിരുമുമ്പിൽ തരുന്ന കർത്താവേ, ഞങ്ങളുടെ നന്മ കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അർഹിച്ചിടത്തല്ല അർഹിക്കാത്ത ബഹുമതി തന്ന് ഞങ്ങളിവിടെ നിർത്തിയതിനായി സ്തോത്രം. ഈ വചനം ശുശ്രൂഷിക്കുവാൻ അടിയനെയും സഭയെയും ദൈവമെന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇതിലെ വാക്കുകൾ ഏറ്റെടുക്കുന്നവരുടെ ഹൃദയത്തിൽ കയറുവാൻ, ജീവിതത്തിൽ അലിഞ്ഞു ചേരുവാൻ, ഇന്ന് പകൽ ചിലത് സാധ്യമാകുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തുന്നേ. അനേകരെ ശുശ്രൂഷിക്കുവാൻ ബേഥേലിന് തന്ന പദവിക്കായി നന്ദി. അതിൻ്റെ ഗൗരവത്തിൽ ഇടപെടണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. വിശുദ്ധ ദൂതന്മാരെ നിങ്ങൾ ഇറങ്ങി വന്ന് സഹായിച്ചാലും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാലും. ഒന്ന്, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത് അല്ല, കുതിരയ്ക്ക് ശക്തി കൊടുത്തത് ദൈവം തന്നെയാണ്. കുതിരശക്തിയെയാണ് ഈ സംസാരിക്കുന്ന കാലങ്ങളിൽ ശക്തിയുടെ മാനദണ്ഡമായി കണ്ടിരുന്നത്. ഇന്നും ശക്തിയുടെ മാനദണ്ഡമായി ഹോഴ്സ് പവർ ഉപയോഗിക്കാറുണ്ട്. ഒരു കുതിരയ്ക്ക് എന്ത് ശക്തിയുണ്ടോ, ഇന്നത്തെ ഭാഷയിലേക്ക് തിരിഞ്ഞാൽ 784 വാട്ട്സ് ആയിരിക്കാം. അതെ, അത്രയും പവറിനെയാണ് ഒരു കുതിരശക്തി ഇന്ന് സാധാരണ വിളിക്കാറുള്ളത്. ഈ കുതിരശക്തി അല്ലെ 3/4 കിലോ വാട്ടാണ് ഒരു ഹോഴ്സ് പവർ എന്ന് ഇന്ന് പൊതുവെ കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ കുതിരയുടെ ശക്തിയാണ് ശക്തിയുടെ മാനദണ്ഡമായി ഉപയോഗിച്ചു വന്നത്. ഇന്ന് കിലോ വാട്ട്സ് ഒക്കെ രംഗത്ത് വന്നെങ്കിലും ഹോഴ്സ് പവർ മറന്നു കളയാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ അകത്തേക്ക് ആ പദങ്ങൾ അത്രയും അങ്ങ് താഴ്ന്നിറങ്ങിച്ചെന്നു. കർത്താവിന് പറയാനുള്ളത്, ശക്തിയുടെ മാനദണ്ഡമായി ഈ ജീവിയെ മാറ്റി നിർത്തേണ്ടതിന് ആരാണ് ഇതിൻ്റെ മേൽ കൃപ പകർന്നത്? ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, ഇത് നമ്മുടെ കഴിവല്ല. കാട്ടുജീവികളിൽ ഒന്നായി പിറന്ന് ട്രെയിനിങ് ലഭിച്ച ശേഷം നാട്ടുജീവിയായി മാറിയ, അതിന് മുന്നമേ തന്നെ ദൈവത്താൽ പേര് ലഭിക്കപ്പെട്ട ശക്തിയുടെ ഉടമയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡമെന്ന് പറഞ്ഞ് എന്നെയും നിങ്ങളെയും മാറ്റുവാൻ സ്വർഗത്തിന് തിരിഹിതമായി. ചിലതിൻ്റെയൊക്കെ മാനദണ്ഡമായി പറയുവാൻ, ചിലതിനെയൊക്കെ ഉദാഹരണങ്ങളായി ഉപയോഗിക്കുവാൻ, ചിലതിൻ്റെയൊക്കെ ചിലതിനെയൊക്കെ എക്സാമ്പിളുകളായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഉണ്ട് എന്ന് തമ്പുരാൻ ഇടപെടുന്നു. എനിക്ക് കഴിവില്ലെന്ന് പറയുന്ന ചിലതിനെ ജോലി ചെയ്യുന്ന എൻവയർമെൻറ്റുകളിൽ നിന്ന് മാതൃകകളായി തിരിച്ചു നിർത്തുമാറ് ചിലതിൻ്റെ മേലൊരു ദൈവകൃപ പകരട്ടെ.
കുതിരയെ ശക്തിയുടെ മാനദണ്ഡമായി അല്ലെങ്കിൽ അതിൻ്റെ അളവുകോലായി ചിത്രീകരിച്ചതുപോലെ പഠിക്കാൻ കഴിവില്ലാത്ത ചില സ്റ്റുഡൻസിനെ തൻ്റെ ഇന്നാരെ പോലെ പഠിക്കെന്ന് പറയുവാൻ, പഠിക്കുന്നവർക്കൊരു മാനദണ്ഡമാക്കി മാറ്റുവാൻ, ഒരളവുകോലായി മാറ്റുവാൻ ദൈവം പ്രസാദിച്ചാൽ തടഞ്ഞു നിർത്താവുന്നവന് ഒരുവനുമില്ല. പ്രൈസ് ദി ലോർഡ്. ചില നന്മകളുടെ മാനദണ്ഡങ്ങളായി, ചിലതിൻ്റെ അളവുകോലുകളായി ഇന്ന് പകൽ ദൈവം ചിലതിനെ തിരിച്ചു മാറ്റട്ടെ. തകർന്നു കിടക്കുന്ന ചില സാഹചര്യങ്ങളിൽ വിജയത്തിൻ്റെ മാനദണ്ഡമായി അടുത്തൊരു തലമുറ വരെ എഴുന്നേറ്റ് വന്ന് ആ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കേണ്ടതിന് വേണ്ടി ഇന്ന് തകർന്നുവെന്ന് തോന്നുന്ന ചിലതിനെ തമ്പുരാൻ എടുത്തുകൊണ്ടുവരുവാൻ മാനദണ്ഡമാക്കി മാറ്റുന്ന, അളവുകോലാക്കി മാറ്റുന്ന എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ, നന്ദി. ചിലതിനെ കർത്താവ് രൂപീകരിക്കട്ടെ. ഇന്ന് പകൽ തകർന്നുവെന്ന് പറയുന്ന ചിലതിനെ, ചില കുടുംബങ്ങളെ തിരികെ യോജിപ്പിച്ചുകൊണ്ട് ചില മാനദണ്ഡങ്ങളായി മാറ്റുവാൻ, ചില ഉദാഹരണങ്ങളായി മാറ്റുവാൻ, ഇന്നാരെ സഹായിച്ച ദൈവത്തിന് എന്നെയും സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് എവിടോ പരിശുദ്ധന്മാർ അഴകത്തോട്ടിറങ്ങി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ചിലതിനെ കർത്താവ് ഒന്ന് മാറ്റാൻ പോകുകയാണ്. ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പഴയ നിയമത്തിൽ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ ഏലിയാവ് ദൈവകൃപയുടെയും ശക്തിയുടെയും ഒരു അളവുകോലായി മാറി. തിസ്ബ്യനായ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പക്ഷേ ആകാശത്തുനിന്ന് തീയിറക്കി. താൻ പറഞ്ഞപ്പോൾ മഴ നിർത്തുവാനും താൻ ഉത്തരവിട്ടപ്പോൾ മഴ പെയ്യിക്കുവാനും തക്കവണ്ണം അക്കാലത്ത് ദൈവശക്തി കൈകാര്യം ചെയ്തവരുടെ മാനദണ്ഡമായി ഏലിയാവിനെ മാറ്റിയതുപോലെ ഈ ദിവസങ്ങളിൽ നിൽക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ ചിലതിനെ മാനദണ്ഡങ്ങളായി ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ. ബലത്തിന്റെ മാനദണ്ഡം കുതിരയ്ക്ക് നീയോ ശക്തി നൽകിയത് അല്ല, ദൈവം ശക്തി നൽകിയതാകയാൽ അതതിൻ്റെ മാനദണ്ഡമായി മാറി. വീണ്ടും ഞാൻ ഇടപെടട്ടെ, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുക. ചിലതിനെ ഇന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം ഒരു മാനദണ്ഡമായി അളവുകോലായി മാറ്റട്ടെ. തീരെ ചെറിയ പ്രായത്തിൽ ഉയർന്നു വരുന്ന ചിലതിനെ ഇന്നാരെന്ന് പറഞ്ഞുകൊണ്ട് ചില കുടുംബങ്ങളിൽ ഉയർത്തുവാൻ ദൈവത്തിന് തിരിഹിതമായി. ചില വല്ലാത്ത രോഗികളെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചുകൊണ്ട്, ചില തളർവാദ രോഗികളെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു മാതൃക എന്ന് പറയുവാൻ ഹല്ലേലൂയ ദൈവത്തിന് തിരിഹിതമാകട്ടെ. ബോൺ ഡിസീസസ്, തകർന്നു കഴിഞ്ഞ ചിലത്, ശരീരത്തിൽ പലയിടത്തും അസ്ഥികൾക്ക് ബലഹീനമായി ഒടിഞ്ഞു തുടങ്ങിയ ചിലത് സൗഖ്യമായി മടങ്ങി വരുമ്പോൾ അതൊരു മാനദണ്ഡമായി, ഒരളവുകോലായി ചുറ്റുവട്ടം പറയുമാറ് ചില ദൈവിക രോഗസൗഖ്യങ്ങൾ. ഹല്ലേലൂയ. ബലം തീരെ ക്ഷയിച്ച് ഇനി എഴുന്നേക്കയില്ലെന്ന് പറഞ്ഞെടുത്ത് തകർന്നു കിടക്കുന്ന ജലത്ത് ചിലതിനെ പൊക്കിയെടുത്ത് രോഗശാന്തിയുടെ അളവുകോലുകളാക്കി. ഹല്ലേലൂയ. കുതിരയ്ക്ക് നീയോ ശക്തി നൽകിയത്? നോ. ചിലതിനെ മാനദണ്ഡങ്ങളാക്കി മാറ്റുവാൻ, അളവുകോലുകളാക്കി മാറ്റുവാൻ തമ്പുരാൻ തിരിഹിതമായി. അതേ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചാട്ടെ. രണ്ടാമത്തെ ഭാഗം. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്. 2. നിനക്ക് അതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിനൊരു ഉറപ്പുള്ളതാ. ഒരു വെട്ടിക്കിളി ദേശത്ത് വന്നിരുന്നാൽ, വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, വിട്ടിലെന്ന് ഓർത്തോ മനസ്സിലാവും. വിട്ടിലെന്നോ പച്ചവിട്ടിലായിരിക്കും ഏറ്റവും യോജിക്കുന്ന ഉദാഹരണം. പഴയ വെട്ടിക്കിളിയെ കണ്ടാൽ അത്രയൊക്കെ ഉള്ളൂ. അതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കാമോ? വെട്ടിക്കിളികൾ കൂട്ടമായി വന്നാൽ ദേശം അപഹരിച്ചുകൊണ്ട് പോകും, മൊത്തം പച്ചവർഗം തിന്നുകളി. പക്ഷെ അതിനെ ഓടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഒരല്പം വിഷത്തിൻ്റെ അണു അവിടെ എങ്ങാണോ ഇട്ടെങ്കിൽ അതിനെ ഓടിക്കുവാൻ കഴിയും. പക്ഷെ കുതിരയെ നോക്കിച്ച് തമ്പുരാൻ പറയുകയാ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഈ കുതിരയുണ്ടല്ലോ, നിനക്കതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കാമോ? ഇല്ല, സാധ്യമല്ല. ഭാരതീയ സാഹചര്യത്തിൽ ദൈവസഭയെ തുടച്ചു നീക്കുവാൻ ഉപയോഗിക്കുന്ന സകല മാധ്യമങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഈ വാക്യം തിരുവചനത്തിൽ നിന്ന് ഉറച്ചു വരട്ടെ. നിനക്കതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കാമോ? നോ, ചാടിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വിവിധയിടങ്ങളിൽ ബന്ധപ്പെട്ടവർ ഏറ്റെടുത്തു. താങ്കളെ ഓടിച്ചു കളയാമെന്ന്, കേസ് കൊടുത്ത് ഭയപ്പെടുത്താമെന്ന്, ചുറ്റുവട്ടങ്ങൾ എഴുന്നേറ്റ് ഉപദ്രവിക്കാമെന്ന്, ഇവിടുന്ന് തുടച്ചു മാറ്റാമെന്ന്, ഓടിച്ചു കളയാമെന്ന് കരുതുന്നെങ്കിൽ നിനക്കതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിച്ചു കളയാമോ? ഇല്ലത് പോകത്തില്ല, അത് പോകത്തില്ല. ഹല്ലേലൂയ. അതിന്റെ ബലത്തിനപ്പുറത്ത് തമ്പുരാൻ കൊടുത്ത ഉറപ്പിൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം നിർത്തിയെങ്കിൽ പിഴുതു കളയുവാൻ അടിക്കുന്ന കാറ്റുകളെ, ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ, ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. നിനക്കതിനെ ദൈവസഭയെ
ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഇനിയും ചിന്തിക്കും. അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ പവിത്രത, അതിൻ്റെ നിർമ്മലത, അതിൻ്റെ വെള്ളവസ്ത്രം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു മറുവശം കൂടെ ഇതിനുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു വെട്ടിക്കിളിയെ ചാടിക്കുന്നത് പോലെ ചാടുന്നതല്ല ദൈവസഭ. ചിലതൂടെ വേരൂന്നട്ട കർത്താവേ, ചിലതൂടെ ബലപ്പെടട്ട കർത്താവേ, ചിലതിനെ കൂടെ പണിയണം കർത്താവേ, ചിലതിനെ കൂടെ ആഴത്തിൽ ഉറപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആറ്റരികത്ത് നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഈലവാടാത്തതും ശത്രുവിന് പിഴുതു കളയാൻ കഴിയാത്തതുമായ ഒരു വൃക്ഷം പോലെ ആഴത്തിലേക്ക് വേരൂന്നുക. യേശുവിന്റെ നാമത്തില് ആ വേരൂന്നുക. അടിക്കുന്ന കാറ്റുകൾക്ക് ദൈവമതിനെ ഇളക്കുവാൻ കഴിയുകയില്ല. നിനക്ക് കുതിരയെ വെട്ടിക്കിളിയെ ചാടിക്കുന്നത് പോലെ ചാടിക്കാമോ? സാധ്യമല്ല. അത് ഉറച്ചു നിൽക്കും. ഒന്ന്, ചിലതിന്റെ അളവുകോൽ. രണ്ട്, ശത്രുവിനെതിരെ ഉറച്ചു നിൽക്കുന്ന, ബലം വഹിക്കുന്ന, ധൈര്യമുള്ള ഒരു ജീവി ഇത് വെട്ടിക്കിളി പോലെ ചാടുന്നതല്ല. ഇതിന്റെ സ്വഭാവം വേറെയാ. സാധാരണ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന്. ഇല്ല ദൈവഭൈതലേ, തമ്പുരാന്റെ രക്തത്തിൽ കുരുത്തതാണെങ്കിൽ ഇത് വാടുന്ന പ്രശ്നമില്ല. ഇത് തീയിൽ കുരുത്തതാണെങ്കിൽ, കാൽവറിയുടെ ചോരയിൽ തുടങ്ങിയതാണെങ്കിൽ, ക്രൂശിന്റെ ചുവട്ടിൽ ആരംഭിച്ചതാണെങ്കിൽ ഇത് വെയിലത്ത് വാടുന്നതല്ല. ഇത്ര കൊണ്ടൊന്നും ഭയപ്പെടുത്താൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ നെഹമ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കുകയാണോ? എന്നെപ്പോലെ ഒരുത്തൻ അങ്ങനെ അങ്ങ് ഭയന്നു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഭീഷണിയുടെ മുമ്പിൽ ഞാൻ ഓടത്തില്ല. നിനക്കിതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചിലതൂടെ ഉറയ്ക്കുവാൻ, ചിലതൂടെ ബലപ്പെടുവാൻ, ചിലതൂടെ ശക്തീകരിക്കപ്പെടുവാൻ ഇന്നൊരു ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അടുത്തത്, അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. മോനെ, വെട്ടിക്കിളിയെ പോലെ ചാടിക്കാൻ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ഹൂങ്കാര പ്രതാപം ഭയങ്കരം. അത് തിരിച്ചു പലതും പറയും. ഈ ദിവസങ്ങളിൽ തിരിച്ചു പറയുന്ന പലതും അതുപോലെ സംഭവിക്കേണ്ടതിന് ഹല്ലേലൂയ നാവുകളിൽ ഒരാത്മശക്തി ഏറ്റെടുക്കൂ. ഹല്ലേലൂയ. അതിൻ്റെ ഹൂങ്കാര പ്രതാപം ഭയങ്കരം. കുതിര അഹങ്കരിക്കുമെന്നല്ല പറഞ്ഞത്, പക്ഷെ എതിർത്തു വന്നാൽ ആത്മയുദ്ധത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഇറങ്ങുക. എന്തുകൊണ്ടോ നമ്മൾ ആത്മയുദ്ധത്തിലേക്ക് കടക്കുന്നു? എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ്. ഇന്നെന്ന് ഈ ആഴ്ച ചിലത് കണ്ടേക്കാം. ഹല്ലേലൂയ. എന്തുകൊണ്ടോ നമ്മൾ ആത്മയുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ചില ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സെക്കൻഡ് വീക്കല്ലയോ കാര്യമായിട്ട് ചെയ്തു ചില ആത്മയുദ്ധങ്ങൾ വിജയിക്കുവാൻ. എതിരെ ശക്തി മുഴുകുമ്പോൾ താവട്ട് വായിച്ചു, അത് നമുക്ക് കിട്ടുമല്ലോ. വായിച്ചു. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് താഴ്വരയിൽ ചെല്ലുന്ന സമയത്ത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കും. എതിരുകളൊന്നുമില്ലാതെ, ശല്യമൊന്നുമില്ലാതെ താഴ്വരയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇത് ചുമ്മാതെ നിൽക്കത്തില്ല. മാന്തി ഊക്കോടെ ഉല്ലസിക്കും. സെക്കൻഡ് വീക്കിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരാരാധന വെളിപ്പെടട്ടെ. ഊക്കോടെ ഉല്ലസിക്കുന്ന, ശക്തിയിൽ ഉല്ലസിക്കുന്ന, ഹല്ലേലൂയ, സഭ താഴ്വരയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഊക്കോടെ ഉല്ലസിക്കുന്ന ഒരു ഉല്ലാസം. നമുക്കറിയാം, ഈ കുതിരകൾ അല്ലെങ്കിൽ അതുപോലുള്ള ചില മൃഗങ്ങൾ അതിന് സന്തോഷം വരുമ്പോൾ നിൽക്കുന്ന ഇടത്ത് നിലം അതിൻ്റെ കാലുകൊണ്ട് മാന്തിയെടുക്കും. മാന്തിയെടുത്തുകൊണ്ട് അതിൻ്റെ ബലം കാണിക്കുവാൻ, അതിൻ്റെ സന്തോഷം പ്രകടമാക്കുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടുന്നത് കാണാം. ദൈവത്തിൻ്റെ തിരുസഭ എന്നെ ശ്രദ്ധിക്കുന്ന പലരും താഴ്വരയുടെ അവസ്ഥകളിൽ പ്രശ്നമില്ലാതെ നിൽക്കുമ്പോൾ ഉറങ്ങാൻ നോക്കരുത്. ഊക്കോടെ ഉല്ലസിക്കുവാൻ, ആരാധനയിൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഇന്നേൽപ്പിക്കപ്പെടാം. എങ്കിൽ ചിലത് സംഭവിച്ചിരിക്കും. ഒന്ന്, അത് താഴ്വരയിൽ ഊക്കോടെ ഉല്ലസിക്കുന്നു. പിന്നെ അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. ആയുധപാണികൾ വന്നാൽ തിരിച്ചോടത്തില്ല, അത് അങ്ങോട്ട് എതിർത്ത് ചെല്ലും. ആഭിചാരവും കൊണ്ടുവരുന്നവൻ, മാന്ത്രിക ശക്തിയും കൊണ്ടുവരുന്നവൻ, ദുരാത്മ വ്യാപാരവുമായി വരുന്നവൻ, ഭീഷണിയുമായി വരുന്നവൻ, ശ്രദ്ധിച്ച് കേക്ക്, ഇത് ഓടത്തില്ല. താഴ്വരയിൽ നിന്നപ്പോൾ വെറുതെ നിലം വിഴുങ്ങേണ്ടത്, വെറുതെ മാന്തി ഉല്ലസിച്ചെങ്കിൽ, ഹേ ആയുധവാണിയെ, നിന്നെ കണ്ടാൽ ഇത് പോകത്തില്ല, ഇത് അങ്ങോട്ട് വരുന്നതാ. ആയുധവാണികളോട് ഒന്നുകൂടെ വായിച്ചോ, ബൈബിളിൽ തന്നെ ഇരുന്നോട്ട്, എനിക്ക് അറിയാൻ വേണ്ടല്ല. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്ന ഒരു കൃപാവരം, സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ദുഷ്ടന്റെ ആയുധങ്ങളുമായി വരുന്ന ആ ശക്തികളെ, ആ വ്യക്തികളെ, ആയുധപാണികളെ, ഉറി മനാസിയാര, ആയുധങ്ങൾ ഉള്ളവരെ, നിങ്ങളെ ഉറി വസിയ ഹാലിയ മർദ നമാസിയ ലബേ മർതസി
ആയുധപാണികളെ എതിർത്തു ചെല്ലുന്ന. ഹല്ലേലൂയ. അതിന്റെ അകത്തോട്ട് ഞാൻ കയറട്ടെ. ആയുധത്തെ എതിർത്ത് ചെല്ലുന്നതല്ല, അതൊക്കെ കാൽ കീഴല്ല. ആയുധപാണിയെ എതിർത്ത് ചെല്ലുന്ന, അതുകൊണ്ട് ദുരാലോചനയുമായി വന്ന ദൈവസഭയെ എതിർക്കേണ്ടതിന്, ദൈവജനത്തെ എതിർക്കേണ്ടതിന് കിംവദന്തികൾ തുടങ്ങി അനേക വ്യാജ ആയുധങ്ങളുമായി വന്ന ആയുധപാണികളെ ദൈവത്തിന്റെ സഭ നിങ്ങളെ ശാസിക്കുന്നു. ഹല്ലേലൂയ. ചിലത് ഉണങ്ങി മാറുവാൻ, ചിലത് കരിഞ്ഞു പോകുവാൻ, ചിലത് പിഴുതു പോകുവാൻ. ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്ന ഒരു ദൈവവ്യാപാരം. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന ഒരു പ്രസ്താവന മറക്കരുത്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. കാരണം നന്മയെ ഞാനാ ഉണ്ടാക്കിയത്, തിന്മയെ ഞാനാ സൃഷ്ടിച്ചത്. ഓരോന്നിനും വരവരച്ച് നിർത്തേണ്ടടുത്ത് നിർത്തുന്നവൻ ഇന്ന് പകൽ ദൈവജനത്തിന് അനുകൂലമായി ചില വരകൾ വരയ്ക്കട്ടെ. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കയില്ല. എഴുതുന്ന പത്രങ്ങൾ, പറയുന്ന വ്യക്തികൾ, വരയ്ക്കുന്ന കാർട്ടൂണുകൾ എവിടൊക്കെയോ കൊള്ളുകയാ, ഒന്നും ഫലപ്പെടുകയില്ല. ഓഫീസുകളിൽ ബാക്ക് ബൈറ്റിംഗ് നടത്തുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ആയുധ പാണിയെ നിനക്കെതിരെ എഴുന്നേറ്റ് വരികയാ. കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ വിജയിക്കാതെ തടഞ്ഞു നിർത്തുന്ന ചില ശക്തികൾ, വേറെ ചിലതിന്റെ കുടുംബം കലഹിക്കുവാൻ ചെയ്തു വെക്കുന്ന ചില പ്രവൃത്തികൾ, ആയുധങ്ങൾ ഫലിക്കയില്ല. ആയുധ പാണിയെ ദൈവസഭയെ എതിർത്ത് ചെല്ലും. ഓ മനാഷ്യ, ഹാംഷേ, സൈദീനിയാര, ആയുധ പാണികളെ അത് എതിർത്ത് ചെല്ലുന്നു. പിന്നെ അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. ഭയമെന്ന് പറയുന്ന ഒന്നും ഇതിനില്ല. വെട്ടിക്കിളിയപ്പോൾ ഇത് ചാടത്തില്ല, അത് ഭയത്തെ പുച്ഛിക്കുന്നു. എടാ, ഇതിന്റെ മുമ്പിൽ പിന്മാറുമെന്നും പറഞ്ഞാണോ നീ വന്നത്? അന്തിപ്പാസ് എന്ന ഭക്തന്റെ മരണത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, ഒന്നെങ്കിലും ഓർപ്പിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ കർത്താവായ യേശു എടുത്തു പറയുന്ന ഒരു പദമാണ്, നിങ്ങളുടെ ഇടയിൽ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അന്തിപ്പാസിനെ കൊന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ ഒന്ന് തൊട്ടിരുന്നു. മഹാരാജാവ് അന്തിപ്പാസിനെ വിളിച്ച് ജനത്തിന്റെ മുമ്പിൽ നിർത്തിയേച്ച് പറഞ്ഞു, വയോധികനായ അന്തിപ്പാസേ, ഈ നിൽക്കുന്ന മുഴുവൻ ജനവും ഈ രാജ്യവും ഞാനും നിനക്കെതിരാണെന്ന് നിനക്കറിയാമോ? നീ ഒന്ന് മാറാൻ, നീ എൻ്റെ ദൈവങ്ങളെ നമസ്കരിക്കുവാൻ, ഞാൻ നമസ്കരിക്കുന്ന കാളയുടെ മുമ്പിൽ നീ ഒന്ന് മുട്ടുകുത്തുവാൻ തക്കവണ്ണം അവന് പ്രലോഭിപ്പിക്കുവാൻ ഉപയോഗിച്ച വാക്കാ മുഴു രാജ്യവും മുഴു ജനവും ഞാനും നിനക്കെതിരാണെന്നറിയാമോ? അന്തിപ്പാസ് വളരെ സാവധാനത്തോടെ, രാജാവേ, അങ്ങനൊന്നും അല്ല, ഞാൻ നിങ്ങൾക്കെതിരാ. ഞാൻ ഭയത്തെ കൂശുവെന്നും കണ്ട, ഞാൻ ഭയത്തെ പുച്ഛിക്കുന്നു. നിങ്ങളെതിരെ പോകുന്നത് എനിക്കറിയണ്ട, ഞാൻ നിങ്ങൾക്കെതിരാ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ശരീരത്തെ കൊല്ലുക, ഗോ ഹെഡ്. ഞാൻ ഭയത്തെ പുച്ഛിക്കുന്നു. കാരണം എൻ്റെ യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കൊല്ലുന്നവനെ ഭയപ്പെടണ്ട, കൊന്ന ശേഷം ആത്മാവിനെ നശിപ്പിക്കുന്നവനെ ഭയപ്പെട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഭയത്തെ പുച്ഛിക്കുന്ന, ഇന്ന് പകൽ ഭയത്തെ എതിർത്തു ചെല്ലുന്ന, അതിനെ നിസ്സാരമെന്ന് കണ്ട് പുച്ഛിക്കുന്ന ഒരു പുത്തൻ ആത്മാവിനെ ദൈവം ചിലരിൽ സൃഷ്ടിക്കട്ടെ. ഹല്ലേലൂയ. ചിലതിനെ ഭയപ്പെടുത്തിയ പിശാച് അകത്ത് കയറുന്നത്, ഭയപ്പെടുത്തിയ മുതലെടുക്കുന്നത് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക സീലിംഗ് ആ ആത്മാവിനെ എടുത്തു കളഞ്ഞുകൊണ്ട് ചിലരെ ധൈര്യമണിയിക്കട്ടെ. അത് ഭയത്തെ പുച്ഛിക്കുന്നു. അടുത്തത്, വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല. വാള് വന്നതുകൊണ്ട് അത് ഓടത്തില്ല, അതിനോട് പിൻവാങ്ങി ഓടത്തില്ല. പ്രതീക്ഷിച്ച പോലല്ല കാര്യം. വാള് വരുന്നു, നോ, ഈ കുതിര പോകുന്നതല്ല. വിശുദ്ധി സൂക്ഷിക്കുന്ന, നിർമ്മലത്വം സൂക്ഷിക്കുന്ന, കന്യകത്വം സൂക്ഷിക്കുന്ന, വെള്ളവസ്ത്രം സൂക്ഷിക്കുന്ന തിരുസഭയുടെ വേറൊരു മുഖമാണിത്. ഇത് ഭയപ്പെടത്തില്ല, വാളിന്റെ മുമ്പിൽ മാറുകയില്ല. ഇത് ഭയത്തെ പുച്ഛിച്ചുകൊണ്ട് വാളിന്റെ മുമ്പിൽ നിന്ന് ഓടാതിരിക്കുന്നു. പിന്നെ അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. ഇതിന്റെ വേറൊരു പ്രത്യേകത, എന്നും ഇവൻ യുദ്ധമാണ്. നപ്താലി എന്നും പോർക്കളമേടുകളിൽ തന്നെ. ആയുധപാണികൾ, മിന്നുന്ന കുന്തങ്ങൾ,
വാളുകൾ, ഇവ ആവനാഴികൾ ഇതിനെതിരെ കിലുങ്ങിക്കൊണ്ടിരിക്കുക. വിഷയമല്ലടോ, ഇത് അറിഞ്ഞുകൊണ്ട് ആ കുതിരപ്പുറത്ത് രാജാവ് കയറിയത്. ഹല്ലേലൂയ. ഫറവോൻ ഇതിന്റെ പുറത്തിരിക്കുവാൻ കാരണം ഇത് എന്താണെന്ന് ഫറവോൻ അറിയാം. രാജാധിരാജാവും ദൈവാധിദൈവവുമായവൻ ചിലതിനെ അഭിഷേകം ചെയ്തത്, ചിലതിൻ്റെ മേൽ വാഹനമേറിയത് ഇവൻ ആരെന്ന് കണ്ടുകൊണ്ടാ, ഇവൾ ആരെന്ന് അറിഞ്ഞുകൊണ്ടാ. ആകയാൽ ഇന്ന് പകൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഇത് വാളിനെ കണ്ട് മാറുകയില്ല. ഇതിനെതിരെ യുദ്ധമുണ്ട്, ആത്മയുദ്ധമുണ്ട്. പക്ഷേ ഇത് പുറകോട്ട് പോകത്തില്ല. പിന്നെ വായിച്ചു, അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. ഇത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഉണ്ടല്ലോ, ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിഴുങ്ങിയിരിക്കും. ചുമ്മാതെ നിന്നപ്പോൾ താഴ്വരയിൽ ഊക്കോടെ മാന്തി ഉല്ലസിച്ചെങ്കിൽ എതിർക്കുന്ന ശത്രുവിനെ കണ്ടാൽ സ്ഥലവും കൊണ്ടേ പോകത്തുള്ളൂ, പിടിച്ചെടുത്തോണ്ടേ പോകത്തുള്ളൂ. ഇത് നിലം വിഴുങ്ങിക്കൊണ്ടേ മാറത്തുള്ളൂ. ഇന്ന് പകൽ നിലം വിഴുങ്ങിക്കൊണ്ട് മാറുവാൻ, ഒരാത്മയുദ്ധത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ സഭ തയ്യാറാണെങ്കിൽ യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഒരു 100 പ്രാവശ്യം കൂടെ പറഞ്ഞാലും യുദ്ധം യഹോവയ്ക്ക് മാത്രമുള്ളത്. ശത്രുവേ, നീ യുദ്ധം ചെയ്യുന്നത് എന്നോടല്ല, എൻ്റെ യജമാനനോടാ. കുതിരയ്ക്ക് പറയാനോട് നീ യുദ്ധം ചെയ്യുന്നത് എന്നോടല്ല, എനിക്കെതിരെയാണ് ഇത് കിലുങ്ങുന്നതെങ്കിലും ഫറവോനെയാ നിന്റെ ലക്ഷ്യം. പക്ഷെ ഈ ഫറവോൻ മറ്റ് രാജാക്കന്മാരെക്കാൾ വലിയവനാ. ഇതെല്ലാം എതിർത്ത് വന്നതുകൊണ്ടൊന്നും ആയില്ല, ഞാൻ നിലം വിഴുങ്ങിയിരിക്കും. പിന്നെ കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുകയില്ല. കാഹളനാദം കേട്ടാൽ, ഇന്ന് ധ്വനിക്കുന്ന ഒരു കാഹളനാദമാണ്. പടക്കുതിരയുടെയും രാജാവ് ഉപയോഗിക്കുന്ന കുതിരയുടെയും ഒരു പ്രത്യേകത, അതിന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാതെ, കാഹളത്തിൻ്റെ ശബ്ദമില്ലാതെ അത് ചാടത്തില്ല. പക്ഷെ കാഹളനാദം കേട്ടാൽ അത് നിൽക്കത്തുമില്ല. യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കാഹളങ്ങൾ, ഞാൻ ഈ സ്വർഗത്തിലേക്ക് എടുക്കുന്ന കാഹളം അല്ല പറയുന്നത്, യുദ്ധത്തിന് വേണ്ടി അയക്കുന്ന, ഇവിടുത്തെ സാഹചര്യം അതാ, യുദ്ധത്തിന് വേണ്ടി അയക്കുന്ന കുതിര മുന്നോട്ട് ചാടാൻ ആവശ്യപ്പെടുന്ന ആ സ്വരമുള്ള കാഹളം കേട്ടാൽ അത് അടങ്ങിയിരിക്കത്തില്ല. ഒരു വിളിയാണ് ഇന്ന് ഉയരുന്നത്, യുദ്ധത്തിന് വേണ്ടി ഒരു വിളിയാ. ഇത് കേട്ടാൽ അടങ്ങിയിരിക്കയില്ല. ഈ ആഴ്ച ചിലത് ചെയ്തെടുക്കണം, ഈ ഒരാഴ്ച കൊണ്ട് ചിലത് ചെയ്തെടുക്കണം. കാഹളം കേട്ടാൽ അത് അടങ്ങിയിരിക്കത്തില്ല. പിന്നെ കാഹളം കേൾക്കും തോറും, കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒറ്റ ദിവസം കാഹളമോതി നിർത്തുകയല്ല, ഇത് പലപ്പോഴും ധ്വനിക്കുന്നതാ. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായി ബേഥേലിൽ ഇടയ്ക്കിടയ്ക്ക് ധ്വനിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഹളത്തിൻ്റെ ശബ്ദത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ പലരും ഇത് ആദ്യം കേൾക്കുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ശബ്ദമുള്ളതിനാൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാഹളത്തിങ്കൽ ചൊനച്ചുകൊണ്ടിരുന്ന ദൈവ പൈതലേ, അധികമായി ഇളകി വരുവാൻ കാഹളനാദം കേൾക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. ഇന്ന് പകൽ ശക്തി കൊണ്ടെടുക്കുവാൻ, ചിലതൂടെ ചെയ്യുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. അടുത്തത്, പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കുന്നു. താണ്ട കിടക്കുന്നു. ഇത് ഞാൻ അടുത്ത് തലേ കയറുമ്പോഴല്ല ഇത് അറിയുന്നത്. ദൈവം സഭയിൽ പ്രവാചകന്മാരെ തന്നതിനാൽ പട ദൂരവേ വരുമ്പോൾ, ഹല്ലേലൂയ, പടനായകന്മാർ അകലെ വരുമ്പോൾ ഇവിടെ നിന്ന് മണത്തറിയുവാൻ ദൈവം തരുന്ന കരുണയ്ക്കായി സ്തോത്രം. പ്രവാചകന്മാരെ, പ്രവാചകിമാരെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി ചെയ്യ്. അങ്ങ് അകലന്നിരുന്ന് വരുന്ന പടയെയും പടനായകനാരെന്നതിനെയും മണത്തറിയുവാൻ കുതിരയ്ക്കൊരു പ്രത്യേകത ദൈവം ഏൽപ്പിച്ചു. സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അതിനെ മണത്തറിയുന്നു. പിന്നെ അത്രേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ച്, ആദ്യം മുതൽ ഇടയ്ക്ക് ഒരു പദം വിട്ടുപോയി. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോം അണിയിച്ചത്. പദമാ വിട്ടുപോയത്. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ കഴുത്തിനൊരു കുഞ്ചിരോമമുണ്ട്. ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒരു കുതിരയുടെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ കുഞ്ചിരോമമാണ്. അതിനെ അലങ്കരിക്കുന്നത് അതിൻ്റെ കുഞ്ചിരോമമാണ്. ഇതിന് ഭയങ്കരത്വം പറയാനുണ്ട്, ഇതിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ആത്മയുദ്ധത്തിൽ പ്രയോജനപ്പെടുന്നതാ. നിലം വിഴുങ്ങിയേച്ചേ മാറൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാനിതിന് കുഞ്ചിരോമം അണിയിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൗന്ദര്യത്തിനും കുഴപ്പമില്ല. യുദ്ധത്തിന് വേണ്ടി പോകുന്ന സാധാരണക്കാരെ ക്രൂരന്മാരായി ജനം കാണുമ്പോൾ എൻ്റെ സഭയുണ്ടല്ലോ ക്രൂരതയിലല്ല, ഞാൻ ഏൽപ്പിച്ച ആത്മീക സൗന്ദര്യത്തിലാണ്. നീയാണോ അതിൻ്റെ കഴുത്തിന് കുഞ്ചിരോമം അണിയിച്ചത്? കുതിര സ്വയം എന്തെങ്കിലും ചെയ്തതാണോ? അല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നമ്മെ ആത്മീക സൗന്ദര്യത്തിലേക്ക് നടത്തുവാൻ നമ്മുടെ തമ്പുരാൻ പ്രസാദിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപ്രസാദത്തിനായി നന്ദി. 1-2 വാക്യങ്ങൾ ഞാൻ അതിനോട് ചേർന്നൊന്ന് വായിച്ചോട്ടെ.
ഓക്കെ, ഉത്തമഗീതം 6 കൂടെ എന്നിട്ടാട്ട്. ഉത്തമഗീതം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ഉത്തമഗീതം 6:10. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആറ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഈ കുതിരയ്ക്ക് പറഞ്ഞിരുന്ന മിക്ക ലക്ഷണങ്ങളും കൂടെ ഒരുമിച്ച് ഉത്തമഗീതത്തിൽ ആദ്യം നമ്മൾ വായിച്ച ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ പ്രതിരൂപമായി നിൽക്കുന്ന ആ ശൂന്യംകാരത്തിക്ക് ഇവിടെ പറയുന്ന വേറെ ചില ലക്ഷണങ്ങളാണ് ഇവിടെ നമ്മൾ ഈ വായിച്ചത്. ഒന്ന്, അരുണോദയം പോലെ ശോഭ. ദൈവസഭയുടെ പ്രത്യേകത അതിന് ശോഭയുള്ളതാണ്. നീയാണോ ഇതിന് കുഞ്ചിരോമം അണിയിച്ചത്, ഇതിൻ്റെ സൗന്ദര്യം കൊടുത്തത്? അല്ല, ഇതിൻ്റെ ശോഭ കൊടുത്തത് ഞാനാ. അരുണോദയം പോലെ ശോഭ. അതൊന്നുകൂടെ നിർത്തിപ്പോണേ. ആ വാക്യം ഒന്നുകൂടെ എടുത്തു. അരുണോദയം ഒന്നുകൂടെ വായിച്ചാട്ട വാക്യം. അരുണോദയം പോലെ ശോഭയും. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ അരുണോദയം പോലെ ശോഭ. സൂര്യൻ കിളന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നോക്കാനൊക്കത്തില്ല, അത് പ്രകാശത്തിൽ അധികമാകും. തേജസ്സും പ്രകാശവും അധികമാകുന്നതോടെ അതിനെ കാണാനൊക്കത്തില്ല. പക്ഷെ അതിനെ കാണാനൊക്കുന്ന ഒന്നാണ് ഉദിച്ചു കളന്നു വരുന്ന വരവ്. ഉദയസൂര്യൻ്റെ ശോഭ പ്രകൃതി വർണ്ണിക്കുന്നവർ മുഴുവനും വർണ്ണിക്കാറുണ്ട്. കണ്ടിട്ടുള്ളവർക്ക് മറക്കാനൊക്കാത്ത നിറങ്ങളുമായി പകിട്ടണിഞ്ഞ് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന സൂര്യനെ പോലെ ഈ ദിവസങ്ങളിൽ ചിലർ ദൈവിക ശോഭയിൽ ഉയർന്നു വരട്ടെ. അരുണോദയം പോലെ ശോഭ ദൈവസഭയുടെ പ്രത്യേകതയാ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കത്തില്ല. പ്രകാശമണിയിക്കുന്ന ഒരു ദൈവകൃപ നമ്മിൽ ചിലരുടെ മേൽ വ്യാപരിക്കട്ടെ. അരുണോദയം പോലെ ഒരു ശോഭ. സ്തേപ്പാനോസിനെ കുറിച്ച് പുതിയ നിയമത്തിലെ ഒരു മാർട്ടിടം വഹിച്ച സ്തേപ്പാനോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ സ്തേപ്പാനോസിനെ കൊണ്ടുവന്ന് നിർത്തി ന്യായവിസ്താരം തുടങ്ങി. അവനെ കൊല്ലുമെന്നായി ന്യായാധിപ സംഘം നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ മുഖം തേജസ്സുള്ളതായി മാറാൻ തുടങ്ങി. എവിടുന്നാണ് ഈ തേജസ് വരുന്നത്? ഞാൻ ഇന്ന് അങ്ങനെ മാറുക. എവിടുന്നാണ് ഈ തേജസ് വരുന്നത്? അവങ്കിലേക്ക് നോക്കിയവർക്ക്, ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. മാത്രവുമല്ല, മൂടുപടം നീങ്ങിയ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ, ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. നമ്മെ നോക്കിയാൽ അരുണോദയത്തിൻ്റെ ശോഭ കാണണം. നമ്മുടെ മുഖത്ത് നോക്കിയാൽ ആ ഭംഗി കാണണം. ഞാൻ ഉദാഹരണങ്ങൾ എടുത്ത് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഒരു ദൈവപൈതലിനെ, ഒരു ആത്മീയനെ കണ്ടാൽ തിരിച്ചറിയാം. അകലെ നിൽക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാം. ഏതുവഴി പോയാലും തിരിച്ചറിയാം. കാര്യം മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു ദൈവകൃപ തൻ്റെ മുഖത്തുള്ളതിനാൽ തൻ്റെ മുഖഭാവം വേറൊന്നാണ്. ഇന്ന് പകൽ ഞാനൊരു ദൈവപൈതൽ എന്ന് പറയുവാൻ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒത്തിരി ഉദാഹരണങ്ങളോട് പറയുന്നില്ല. ഈ ചർച്ചിനോട് ബന്ധപ്പെട്ട പല ഉദാഹരണങ്ങളുണ്ട്, പറയുന്നില്ല. പക്ഷേ ജോർജ് ഫോക്സ് എന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ക്വൈക്കേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു സഭാവിഭാഗത്തിൻ്റെ ജനിതാവായിരുന്നു ജോർജ് ഫോക്സ്. ജോർജ് ഫോക്സ് രാജ്യദ്രോഹിയാണെന്നും രാജാവിന് വിരോധമായി പ്രസംഗിച്ച് നടക്കുന്നവനാണെന്നും തന്നെ ഉടനെ തലവെട്ടി കൊന്നുകളയണമെന്നും പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിലെ രാജാവിൻ്റെ അടുക്കൽ തൻ്റെ സൈന്യങ്ങൾ ജോർജ് ഫോക്സിനെ കുറിച്ച് പറഞ്ഞു. ജോർജ് ഫോക്സിനെ ബന്ധിച്ചു കൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു. ഏതാണ്ട് 20 വയസ്സിന് താഴെയുള്ള, എൻ്റെ ഓർമ്മയിൽ 18 വയസ്സ് പ്രായമുള്ള ജോർജ് ഫോക്സിനെ സൈന്യം ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഒരു ദിവസം രാജാവും പ്രധാനമന്ത്രിയും സൈന്യാധിപനും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും, രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസും ചേർന്ന് അവരുടെ വിസ്താരമുറിയിൽ ഇരുന്നു കൊണ്ട് സൈന്യാധിപനോട് പറഞ്ഞു, ബന്ധിക്കപ്പെട്ടവനായ ജോർജ് ഫോക്സിനെ അകത്തേക്ക് കൊണ്ടുവരിക. 18 വയസ്സുകാരനായ ജോർജ് ഫോക്സ് തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ, രാജ്യദ്രോഹ കുറ്റം, രാജാവിന് വിരോധമായി പ്രചരണം നടത്തുന്നു, രാജാവിനെ രഹസ്യമായി വധിക്കുവാൻ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു. ഇതാണ് തനിക്കെതിരെയുള്ള കംപ്ലൈൻറ്റ്. അത് നേരിട്ട് ഒന്ന് ചോദിക്കേണ്ടതിന് വേണ്ടി രാജാവ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. കാലിൽ ചങ്ങല, കയ്യിൽ ചങ്ങല ഒക്കെയായി സൈന്യാധിപൻ അദ്ദേഹത്തെ രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കയറി വരികയും ജോർജ് ഫോക്സ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഈ വീടിന് സമാധാനം. എന്നെ ഇടപെട കർത്താവ് പറഞ്ഞു, നിങ്ങൾ എവിടെ ചെന്നാലും വീടിന് സമാധാനം പറയാനാ. ഈ സമാധാനം എന്നുള്ള വാക്ക് കേൾക്കുകയും ചക്രവർത്തി ചാടി എഴുന്നേറ്റു, കിരീടം കൈകൊണ്ട് പൊക്കി മേശപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് ജോർജ് ഫോക്സ്, താങ്കൾ ആരാ? അദ്ദേഹം പറഞ്ഞു, നിത്യനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. എടാ, നീ എനിക്ക് വിരോധമായി പ്രസംഗിക്കുകയും
എന്നെ കൊല്ലാൻ ആളുകൂട്ടുകയും ചെയ്യുന്ന രാജ്യദ്രോഹിയാണെന്ന് കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ യജമാനനെ വിസ്തരിക്കുമ്പോൾ താൻ പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി എനിക്കും പറയാം, എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ രാജാവിന് വിരോധമായി സംസാരിച്ചിട്ടില്ല, രാജാധിരാജാവായ എൻ്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാജാവ് കസേരയിൽ ഇരുന്നു. സൈന്യാധിപൻ എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റു. സൈന്യാധിപനോട് പറഞ്ഞു, വെളിയിലേക്ക് കൊണ്ടുപോകും. വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലെ രാജാവ് പറഞ്ഞ വാചകം, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കുറ്റവാളിയുടെ മുഖമല്ല, ഒരു ദൂതൻ്റെ മുഖമാണ്. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുറ്റവാളിയുടെ മുഖമല്ല, ഒരു ദൂതൻ്റെ മുഖമാണ്. ചില മിനിറ്റുകൾ ആ 3 പേർ തമ്മിൽ സംസാരിച്ച ശേഷം ഒരു കൊച്ചു സ്ലിപ്പ് എഴുതി ഇത് ജോർജ് ഫോക്സിൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞ് സൈന്യാധിപന് വേണ്ടി കൊടുത്തയച്ചു. സൈന്യാധിപൻ അത് എടുത്ത് വായിച്ചപ്പോൾ ഇന്നു മുതൽ ജോർജ് ഫോക്സ് വിമുക്തനായിരിക്കുന്നു. ഇന്നു മുതൽ ഏത് സ്ഥലത്തും ഏത് സമയത്തും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ജോർജ് ഫോക്സിനെ അനുവദിച്ചിരിക്കുന്നു. ഹിസ് മജസ്റ്റി സിഗ്നേച്ചറുമുണ്ട്. ഒരു ദൈവവേദനെ കണ്ടാൽ അറിയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നോട്ടം ദൈവമുമ്പിലെങ്കിൽ, നടപ്പ് ദൈവമെങ്കിലെങ്കിൽ പ്രകാശം തന്നെ വരും. അരുണോദയം പോലെ ശോഭ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് അരുണോദയം പോലെ ശോഭയും. ചന്ദ്രനെ പോലെ സൗന്ദര്യവും. ചന്ദ്രനെ പോലെ സൗന്ദര്യം. സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നവരൊക്കെ ചന്ദ്രനെയാ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് വിട്ടേക്കാം. ചന്ദ്രനെ പോലെ സൗന്ദര്യവും. അവൾ ശോഭയിൽ മാത്രമല്ല, സൗന്ദര്യത്തിൽ തികഞ്ഞവളാ. ഇത് രണ്ടും രണ്ടാ. സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ് ശോഭ. പക്ഷേ ശോഭ വേറെ, സൗന്ദര്യം വേറെ. ദൈവത്തിന്റെ പൈതലിനെ കണ്ടാൽ ദൈവികമായ ഒരു സൗന്ദര്യമുണ്ട്. ഇത് അണിയിച്ചത് കുഞ്ചിരോമമാണ്. ഈ കുഞ്ചിരോമം കൊടുത്തത് തമ്പുരാനാണ്. അത് ലോകത്തിൽ നിന്ന് വരുന്നതല്ല, പകരം ദൈവത്തിങ്കൽ നിന്ന് വരുന്നതാ. ഇന്ന് പകൽ ദൈവത്തിങ്കൽ നിന്ന് വരുന്ന ഒരാത്മീക സൗന്ദര്യം ദൈവസഭയ്ക്കൊന്ന് ഏറ്റെടുക്കാമോ? സൂര്യനെ പോലെ ശോഭയും, ഉദയസൂര്യനെ പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, പിന്നെ സൂര്യനെ പോലെ നിർമ്മലതയും. സൂര്യനെ പോലെ നിർമ്മലത. അത് കത്തിജ്വലിക്കുന്ന ഒരു അഗ്നിഗോളമാകയാൽ അതിനകത്ത് നിർമ്മലമല്ലാത്ത മറ്റൊന്നുമില്ലെന്നാ പറയുന്നത്. ചന്ദ്രന് ഭംഗിയുണ്ടെങ്കിലും കണ്ടാൽ ഒത്തിരി കളങ്കവുമുണ്ട്. 3-4 കഷണങ്ങൾ ചേർന്നുണ്ടായതാ ചന്ദ്രനെന്നാണ് വെയ്പ്പ്. പലത് ചേർന്ന് ഒന്നിച്ച് നടന്നാൽ കളങ്കമില്ലാതിരിക്കത്തില്ലെന്നാണ് സത്യം. പക്ഷെ സൂര്യൻ അതല്ല, ഒരൊറ്റ പീസാ. കത്തുന്ന അഗ്നിയാണെങ്കിലും ഒരൊറ്റ പീസാ. അദ്ദേഹത്തിൻ്റെ നിർമ്മലതയെ ഇവിടെ വർണ്ണിക്കുന്നു. സൂര്യനെ പോലെ നിർമ്മലത. ദൈവസഭ നിർമ്മലയായിരിക്കണം. അടുത്തത്, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം ഉള്ളോരിവൾ ആർ. കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം. എതിരെ മിന്നുന്ന വാള് വന്നാൽ, അമ്പുകൾ വന്നാൽ, ആവനാഴികൾ കുലുങ്ങിയാൽ കൊടികളോടുകൂടെ സൈന്യം ഭയപ്പെടാറില്ല. കൊടികളോടുകൂടെ സൈന്യം എന്ന പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇന്ത്യ യുദ്ധത്തിന് വേണ്ടി പോകുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത പട്ടാളത്തിൻ്റെ വിഭാഗങ്ങൾ അവരവരുടെ കൊടികൾ ഉയർത്തിപ്പിടിക്കും. എയർഫോഴ്സ് അവരുടെ കൊടി ഉയർത്തിപ്പിടിക്കും. നേവി അവരുടെ കൊടി ഉയർത്തിപ്പിടിക്കും. ആർമിയിലെ ഇൻഫൻട്രി അവരുടെ കൊടി ഉയർത്തിപ്പിടിക്കും. ആർട്ടിലറി അവരുടെ കൊടി ഉയർത്തിപ്പിടിക്കും. വ്യത്യസ്ത നിരകളിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന, ആകാശത്തൂടെ യുദ്ധം ചെയ്യുന്ന, വെള്ളത്തിലൂടെ യുദ്ധം ചെയ്യുന്ന, കരയിലൂടെ യുദ്ധം ചെയ്യുന്ന വിവിധ വിഭാഗങ്ങൾ അവരവരുടെ കൊടികൾ ഉയർത്തിപ്പിടിക്കുന്ന കൊടികളോടുകൂടെ സൈന്യം. ദൈവത്തിൻ്റെ സഭ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി വ്യത്യസ്ത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, വ്യത്യസ്ത കൊടികൾ ഉയർത്തുവാൻ, കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവരാൾ അവർ ഒരുമിച്ച് വന്നാൽ ഒരു ശക്തി എതിരെ നിൽക്കയില്ല. ഈ ഭാഗങ്ങൾ അങ്ങ് തറപ്പിച്ച് അകത്തോട്ട് കയറട്ടെ. ഇവർ ഒരുമിച്ച് നിന്നാൽ, വിഭിന്ന കൊടികളുള്ള സൈന്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ നാം ഒരുമിച്ച് നിൽക്കും. ചേർന്നൊന്ന് പറയാമോ? വിവിധ കൊടികളുള്ള നാം. വിശ്വസിക്കുന്നവർ പറഞ്ഞു, വിവിധ കൊടികളുള്ള നാം ഒരു സൈന്യമായി ഒരുമിച്ച് നിൽക്കും. യേശുവിന്റെ പിമ്പിൽ യുദ്ധവീരരായി നാം ഒരുമിച്ച് നിൽക്കും. എങ്കിൽ പിശാചേ, കൊടികളോടുകൂടെ സൈന്യം ഇതാ വരുന്നു. ഇത് ദൈവസഭയാ. കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവരാർ. രോഗശാന്തി അതിന്റെ സ്ഥാനത്ത്, ഭൂതശാന്തി അതിന്റെ സ്ഥാനത്ത്, പ്രാർത്ഥനാ വീരന്മാർ അവരുടെ ഇടയിൽ, പ്രവാചകന്മാർ, ദൈവകൃപ വ്യാപരിക്കുന്നവർ, ഹല്ലേലൂയ, അന്യഭാഷക്കാർ, വ്യാഖ്യാതാക്കൾ, വർഷിപ്പ് ലീഡേഴ്സ്, മിനിസ്റ്റർ ചെയ്യുന്ന വിവിധ വിഭാഗങ്ങൾ. കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവളാർ. താവട്ട് അത്രേ ഉള്ളല്ലയോ? ഉണ്ടോ ഇനി നോക്കിയേ? ഇല്ല, ഇല്ല. കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവരാർ. നിൽക്കട്ടെ, ഇതിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായത്തിലോട്ട് വന്നാൽ നിങ്ങൾ വായിക്കണ്ട.
ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് സഭയോട് പറയുന്ന, ഇസ്രായേലിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കുകയില്ല. ഞാൻ ഇന്നതൊരു അനുഗ്രഹപദമായി ബേഥേലിനോടൊന്ന് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ഇതിനകത്തെ വിശുദ്ധന്മാരോടൊന്ന് പറഞ്ഞോട്ടെ, ഇതിനകത്തെ വിശുദ്ധ മതികളോടൊന്ന് പറഞ്ഞോട്ടെ, ലോകമാസകലമുള്ള ബേഥലൈറ്റ്സിനോടും അവരുടെ കുടുംബങ്ങളോടും എന്ന് പറയട്ടെ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ഒരു വ്യക്തിയും നിനക്കെതിരെ നിൽക്കയില്ല. കർത്താവേ, ഞങ്ങളത് അംഗീകരിക്കുന്നു. ഞങ്ങളുടെ വചനമാകയാൽ ഞങ്ങളത് വിളിച്ചു പറയുകയാ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. കർത്താവ് ഒരു ആത്മയുദ്ധത്തിന് വേണ്ടി ഒരുക്കി എടുക്കുക. ഒരു പ്രാവശ്യം കൂടെ തന്റെ വാഗ്ദത്തങ്ങൾ തരികയാ. ക്ഷീണിച്ചു പോയ ചിലതിനെ, തളർന്നു പോയ ചിലതിനെ തട്ടി എഴുന്നേൽപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. ബലവാന്മാരിൽ ബലവാനായ, ശക്തന്മാരിൽ ശക്തനായ, രാജാക്കന്മാർക്കെതിരെ നിന്ന, രാജ്ഞിക്കെതിരെ നിന്ന, ബാലിനെതിരെ നിന്ന ഏലിയാവ് ഒരിക്കൽ തളർന്ന് ഒരു ചൂരച്ചടിയുടെ കീഴെ കയറിയപ്പോൾ തന്റെ വിലാപ്പുറത്തൊരു തട്ട്, ഏലിയാവേ എഴുന്നേരെ, ഏലിയാവേ എഴുന്നേരെ, ഏലിയാവേ എഴുന്നേരെ. മനസ്യ അസ്ഥികൾ ഉണങ്ങി ചെതറി തെറിച്ച് ഇനി ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പില്ലെന്ന് പറഞ്ഞ് ശവക്കുഴിയിൽ നിന്ന് തെറിച്ചു പോയ ചിലതിനു വേണ്ടി കൊടുമുഴക്കമുണ്ടാക്കിയ ദൈവം, ആകാശത്തിലെ കാറ്റുകളിൽ നിന്ന് ശ്വാസം വരുത്തിയ ദൈവം, തകർന്ന ചിലതിനെ, തളർന്ന ചിലതിനെ ഇന്ന് പകൽ ശക്തീകരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, ഏലിയാവ് കിടന്ന് ഉറങ്ങുക. ഏലിയാവേ, നിന്നെ ഇവിടെ ഇടാൻ വേണ്ടി കൊണ്ടൊന്നല്ല, അത് പിശാചിന്റെ പരിപാടിയാ. ആ ഭീഷണിയുടെ വാക്കുകൾ നിന്റെ അകത്തോട്ട് കയറിയല്ലോ, ഇപ്പോഴെന്റെ സ്പർശനം ഞാൻ തിരിച്ചു തരിക. ഏലിയാവിനെ ഇറക്കുന്ന സമയത്ത് ഒരു ദൈവശബ്ദത്തിന്റെ പുറത്താണ് ഇറങ്ങിയത്. ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നത് പോലെ ഒരു ദൈവശബ്ദം താൻ കേട്ടതാ. ഒരു ശബ്ദത്തിന്റെ പുറത്താണ് ഇറങ്ങിയത്. പക്ഷെ തളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ ഒക്കുകയില്ല. അന്നേരത്തെ ഒരു തട്ട് കിട്ടി. ഇന്ന് പകൽ വാക്കുകൊണ്ടൊക്കാത്തതിനെ സ്പർശനം കൊണ്ട് വിടുവിക്കുവാൻ ഇന്ന് പകൽ ശബ്ദം കൊണ്ട് വിടുവിക്കപ്പെടുന്ന ലെവൽ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ, തട്ടി എഴുന്നേൽപ്പിക്കുവാൻ ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. തട്ടി എഴുന്നേൽപ്പിച്ച് ഒരു ബലം പകർന്നതുപോലെ. ഏലിയാവേ, ഇനി ഒത്തിരി ചെയ്യാനുണ്ട്. തീർന്നില്ല ഏലിയാവേ, തീർന്നില്ല. ഹല്ലേലൂയ. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. നിനക്ക് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം, നിനക്ക് പ്രവാചകനെ അഭിഷേകം ചെയ്യണം. എൻ്റെ വേല തീർന്നില്ല. ഇന്ന് പകൽ കർത്താവിൻ്റെ വേല തീർന്നില്ല. ചിലതുകൂടെ ചെയ്യുവാൻ, അട തരുവാൻ, വെള്ളം തരുവാൻ, തട്ടി എഴുന്നേൽപ്പിക്കുവാൻ, ആലോചന പറയുവാൻ, ദർശനം തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ മുമ്പിൽ ഒരുത്തനും നിൽക്കത്തില്ല. ഞാനൊരു 2-3 ഇൻസിഡന്റ് അതിനൊന്ന് എടുത്തോട്ടെ. ഒന്ന്, ഇത് മോശയോട് പറഞ്ഞ, അബ്രഹാമിനോട് പറഞ്ഞ വാചകമാ. ഇത് അബ്രഹാമിനോട് പറഞ്ഞ വാചകമാ. എൻ്റെ സാന്നിധ്യം കൂടെ വരും. എന്നെയുള്ള ഭീതി ജനത്തിൻ്റെ മേൽ വീഴും. ജനം നിന്നെ തൊടത്തില്ല. കാര്യം എൻ്റെ ഭീതി ഞാൻ ജനത്തിൻ്റെ മേൽ അയക്കും. അബ്രഹാം യോഗ്യമായി ജീവിച്ചു. തൻ്റെ തലമുറ മുന്നോട്ട് വന്നു. അടിമത്വത്തിലായവരെ വിടുവിക്കേണ്ടതിന് മോശയെ പറഞ്ഞയക്കുമ്പോൾ ഈ വാഗ്ദത്തം മോശയുടെ മേൽ ആവർത്തിക്കപ്പെട്ടു. പോ മോശേ, നിന്റെ മുമ്പിൽ ഒരുത്തം നിൽക്കത്തില്ല. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തം വരത്തില്ല. അത് അബ്രഹാമിനോടുള്ള വാഗ്ദത്തമാ. ഇന്ന് പകൽ ദൈവസഭയോടുള്ള വാഗ്ദത്തം ലീഡർഷിപ്പിന്റെ മേൽ വീണ്ടും മുഴങ്ങട്ടെ. അത് മോശയുടെ മേൽ മുഴങ്ങി. മോശയുടെ കാലശേഷം യോശുവയുടെ മേൽ ഈ ശബ്ദം മുഴങ്ങി. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിനോട് വായിക്കണ്ട. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കയില്ല. യോശുവയെ അനുസരിച്ച് നടന്ന ജനത്തോട് പറയുന്നതാണ് ആവർത്തനം 11-ൽ, ഹേ ജനമേ, നിങ്ങളുടെ കാലത്ത് ഒരിക്കലും ഒരുത്തനും നിൽക്കത്തില്ല. യേശുവിന്റെ നാമത്തില് ഇത് തിരുവചന ഭാഗമെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു. അനുസരിച്ച് അബ്രഹാമിന്റെ തലമുറയ്ക്ക് ആവർത്തിച്ചു വിട്ട് പറഞ്ഞു കൊടുത്തു. അവരെ ഇറക്കിയിടുവാൻ ചെന്ന മോശയോട് പറഞ്ഞു. മോശയെ അനുഗമിച്ച് തൻ്റെ അനന്തരവനായി ചെന്ന യോശുവയോട് പറഞ്ഞു. ഒടുവിൽ മുഴു ജനത്തോടും പറഞ്ഞു. ഞാൻ അബ്രഹാമിനോട് പറഞ്ഞത് ഉറപ്പിക്കുക, പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചവൻ, അതാത് പോക്കറ്റുകളിൽ പകരേണ്ട ഇടത്ത് അതാത് തലമുറകളിൽ പകർന്നവൻ. 2015 ഫെബ്രുവരി മാസം 8-ാം തീയതി ഇന്ന് ദൈവസഭയോട് ആവർത്തിച്ച് അറിയിക്കുവാൻ എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഞാനത് ചെയ്യുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കയില്ല. നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ.
Praise the Lord. ബെഥലൈറ്റ്സ്, നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. ആവർത്തനം 28:7 വരുമ്പോഴോ ഈ അത്രയും ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ കുറവല്ലേ? അനുഗ്രഹത്തിന്റെ വാക്കാ. നിനക്കെതിരെ വരുന്ന ശത്രു ഈ 7 വഴിയായി ചെതറും. ഘടകകക്ഷികൾ പിരിഞ്ഞോടുവാൻ, ഘടകകക്ഷികളായി ഓരോന്നിനെ പറഞ്ഞു വിടുവാൻ, എതിരെ നിൽക്കുന്ന ശക്തികളെ ചിതറിക്കുന്ന ദൈവവ്യാപാരം ഭാരത സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ ഇറങ്ങട്ടെ. നിനക്കെതിരെ വരുന്ന ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി തിരിച്ചോട്. ഹല്ലേലൂയ. ശോഭ, പ്രകാശം. സങ്കീർത്തനം 34 ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. യോഹന്നാനെ കുറിച്ച് കർത്താവായ യേശു പറഞ്ഞൊരു പദവും ഇത് തന്നെയാ, അവൻ കത്തിജ്വലിക്കുന്നൊരു വിളക്ക്. നമുക്ക് ആ ഒരു വാക്യം ഒന്നും വായിച്ചെത്തിട്ടില്ല, ഞാൻ വായിക്കണമെന്ന് പ്രാരംഭത്തിൽ ഓർത്തില്ല. യോഹന്നാൻ 5:35. യോഹന്നാൻ 5:35. ദയവായി പ്ലീസ്, എക്സ്ക്യൂസ് മീ പ്ലീസ്. ദാറ്റ് വാസ് നോട്ട് പ്ലാൻഡ് റിയലി. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിക്കട്ടെ. കർത്താവായ യേശു തൻ്റെ മുന്നോടിയായി വഴികട്ടിയായി വന്ന, വഴി ഒരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നതാണ്. ഇവനൊരു കെട്ട വിളക്കെന്നല്ല, പുകയുന്ന തിരിയെന്നല്ല. നമ്മളിൽ പലർക്കും ആശ്വാസമായിരിക്കുന്ന വാക്കതാ പുകയുന്ന തിരി. നല്ല കാര്യം, ദൈവത്തിന് സ്തോത്രം. പക്ഷെ നിന്ന യോഹന്നാനെ കുറിച്ച് അവനൊരു പുകയുന്ന തിരിയാന്നല്ല പറഞ്ഞത്. പകരം ഇവൻ ആരാന്നറിയാമോ? ഇവനൊരു ജ്വലിക്കുന്ന വിളക്കാ. ഇന്ന് പകൽ പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവത്തിന് സ്തോത്രം, ബലഹീനനെ താങ്ങുന്ന ദൈവത്തിന് സ്തോത്രം. പക്ഷേ തമ്പുരാൻ ചില കത്തുന്ന വിളക്കുകളെ അന്വേഷിക്കുക. അത് ഞാനായിരിക്കുമെന്ന് പറയുവാൻ, വഴിയൊരുക്കേണ്ടതിന് ഞാനൊരു കത്തുന്ന വിളക്കാണെന്ന് പറയുവാൻ ചിലരൂടെ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുമോ? നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക ദൈവശക്തി പകരട്ടെ. 10 മിനിറ്റേ എനിക്കുള്ളൂ. തുടർന്ന് അങ്ങോട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തോട് ചില വാക്കുകൾ ഇടപെടുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ നിർത്തൂ. അതൊന്ന് സംഭരിച്ചോ, ഹൃദയത്തിൽ സംഗ്രഹിച്ചോ. തുടർന്നങ്ങോട്ട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ പരിശുദ്ധാത്മാവ് തൊടുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വരേണ്ടടുത്ത് എങ്ങും ഞാൻ വന്നില്ല, ഓൾ ടുഗദർ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോയി. എനിക്കറിയാൻ വയ്യ, ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഇന്ന് സഭായോഗത്തിന് വരാൻ പ്ലാൻ ചെയ്യാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട്. മീഡിയകൾ ഓൺ ചെയ്യുവാൻ പ്ലാൻ ചെയ്യാൻ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ ഒരു ഗൗരവമായ മെസ്സേജ് ഏൽപ്പിച്ചു. അതിൻ്റെ നല്ലൊരു ഭാഗം പതിവ് പോലെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ചെറിയ ചേഞ്ച് തന്നു. സത്യമായി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്തുവാ തമ്പുരാൻ എന്നോട് പറഞ്ഞ വാചകം? വരാൻ പ്ലാൻ ചെയ്യാഞ്ഞ ചിലത്, മീഡിയകൾ ഓൺ ചെയ്യാൻ പ്ലാൻ ചെയ്യാഞ്ഞ ചിലത് ഇന്ന് പകൽ മീഡിയയിലുണ്ട്, ഇന്ന് പകൽ ലൈനിലുണ്ട്. അതുകൊണ്ട് നീ വിളിച്ചു പറ. ഇന്ന് പകൽ വരാൻ പ്ലാൻ ചെയ്യാതെ ഒരു സഡൻ പ്ലാനിങ് കഴിഞ്ഞ വൈകുന്നേരത്തിന് ശേഷം, കഴിഞ്ഞ രാത്രി കൊണ്ടോ ഈ പകൽ കൊണ്ടോ വരാൻ തീരുമാനിച്ച ചിലതിനോട് സംസാരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് മെസ്സേജ് ചേഞ്ച് ചെയ്തതാ. അതുകൊണ്ട് പിടിച്ചോ. തുടർന്നുള്ള മിനിറ്റുകളിൽ സംസാരിക്കുന്ന വാക്കുകൾ ഏറ്റെടുത്തോ. അതിന്റെ മേൽ മഞ്ഞും മഴയും ദൈവം അയക്കും. യോഹന്നാൻ കത്തിജ്വലിക്കുന്ന വിളക്ക. ഇന്ന് പകൽ കത്തിജ്വലിക്കുവാൻ ചിലരൊന്ന് ഏൽപ്പിക്കപ്പെടുമോ? കെട്ടുകിടക്കുന്ന വിളക്കുകളല്ല, കത്തിച്ച വിളക്കുകൾ തണ്ടിന്റെ മേൽ കളത്തി വെക്കുവാൻ. എന്റെ അകത്തുള്ളത് അകമറിഞ്ഞാൽ മതി എന്നല്ല, ജനം കാണുവാൻ, ശോഭിക്കപ്പെടുവാൻ, ഏൽപ്പിക്കപ്പെടുവാൻ ചിലരോട് ആത്മാവ് ആലോചന പറയുകയാ. യോഹന്നാൻ കത്തിജ്വലിക്കുന്ന വിളക്ക. വിളക്ക് കത്തിച്ചാൽ പറയും കീഴെ വെക്കാറില്ല, ആരോടും പറയാതെ നടക്കാറില്ല, കട്ടിക്കീഴെ വെക്കാറില്ല. വിളക്ക് കത്തിക്കുന്നത് പറയുടെ കീഴിൽ ഇരിക്കാനല്ല, അത് കത്തിക്കുന്നത് ജനം കാണാനാ. ഹല്ലേലൂയ. ജനം കാണാനാ അത് കത്തിക്കുന്നത്. നമ്മിൽ ചിലരെ കത്തിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ തേജസ് പ്രതിബിംബിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ദാനിയേൽ 12:2, ദാനിയേൽ 12:2-3. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഇവിടെ കുറച്ച് പ്രകാശിച്ച തീരുമെന്നല്ല, ഇവിടെ തണ്ടിന്മേൽ കളന്നേച്ച് പിന്നങ്ങ് കെടുമെന്നല്ല. ബുദ്ധിമാന്മാരെ, എന്നാ ഈ ബുദ്ധിമാന്മാർ കത്തുന്ന വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുത്തവരെന്ന് മത്തായി 25 യേശു പറഞ്ഞു. ജ്വലിപ്പിക്കുന്ന കൃപാവരങ്ങളോടൊപ്പം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആത്മാവിന്റെ ശക്തി മൺകൂടാരങ്ങളിൽ ഏറ്റെടുത്തവർ ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർ
ആകാശമണ്ഡലങ്ങളിൽ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് നടത്തിയവർ ഇന്ന് പകൽ ചിലരൂടെ തീരുമാനിച്ചോ, ഞാൻ ചിലരെ നീതിയിലേക്ക് നടത്തും. ഹല്ലേലൂയ. ചിലതിനെ രക്ഷയിലേക്ക്, ചിലരെ സ്നാനത്തിലേക്ക്, ചിലതിനെ നീതിയിലേക്ക് ഞാൻ നടത്തിയിരിക്കും. അവർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പ്രകാശിക്കും. 2 തീമോഥെയോസിൽ വായിക്കുന്നില്ല, 2-ാം അധ്യായത്തിൽ മാനപാത്രങ്ങളെയും ഹീനപാത്രങ്ങളെയും കുറിച്ച് തൊടാറുണ്ട്. വിശദമായി ഞാൻ തൊട്ടിട്ടുള്ള ഒന്ന്, ദ്രവ്യാഗ്രഹം മുതലായി ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞേച്ച് തൻ്റെ പാത്രത്തെ സൂക്ഷിക്കുന്നവൻ 20-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവയെ വിട്ടൊഴിഞ്ഞ് യജമാനന് കൊള്ളാവുന്നത് ചെയ്യുവാൻ ഒന്ന് ഏൽപ്പിക്കപ്പെടുന്ന ചിലര് ഹീനമായത് സംസാരിക്കാതെ യോഗ്യമായത് സംസാരിച്ച്, അരുതാത്തത് ചെയ്യാതെ ചെയ്യേണ്ടത് ചെയ്യുവാൻ, മിണ്ടാതിരിക്കാനല്ല, പ്രവർത്തിക്കാതിരിക്കാനല്ല, വിടേണ്ടത് വിട്ടേച്ച് എടുക്കേണ്ടത് എടുക്കുവാൻ, അയോഗ്യമായത് തള്ളിയേച്ച് യോഗ്യമായത് എടുക്കുവാൻ, പറയരുതാത്തത് പറയാതെ പറയേണ്ടത് പറയുവാൻ ഇന്ന് ഏൽപ്പിക്കപ്പെടുന്ന ചിലരുണ്ടോ? നിങ്ങൾ മാനപാത്രങ്ങളായിരിക്കും. തമ്പുരാൻ ഈ ദിവസങ്ങളിൽ ദൈവിക മാന്യതയുടെ നിധി പകരുവാൻ ചില പാത്രങ്ങളെ തേടുകയാ. ഇതിനകത്തുനിന്ന് ചില മാനപാത്രങ്ങൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യജമാനന് പ്രയോജനമുള്ളത് പകർന്നയക്കുവാൻ, ഹല്ലേലൂയ, മാനപാത്രങ്ങളാക്കി സ്വയം ശുദ്ധീകരിക്കുവാൻ ഇന്നും ഏൽപ്പിക്കപ്പെടാൻ, സ്വയം ശുദ്ധീകരിക്കുവാൻ ഇന്നും ഏൽപ്പിക്കപ്പെടാം. തീത്തോസിന്റെ ലേഖനത്തിൽ 3:5 വായിച്ചു. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ഞാൻ വരികയാണ്. എവിടുന്നാ നമ്മളെ കൊണ്ടുവന്നത്? മുടിയമ്പുത്രനെ, തകർന്നു കിടന്ന അസ്ഥിയെ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല, തന്റെ കരുണയാൽ അവിടുന്ന് ഇതിനെ പൊക്കിയത്. എന്നാൽ ആ ലെവലിൽ നിന്ന പോരാ. താവോട്ട് വായിച്ചു. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. കർത്താവ് നമ്മെ സൗജന്യമായി നീതീകരിച്ചു. പിന്നെ പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, നേരിട്ട് വെള്ളത്തിലെ സ്നാനം അല്ല പറയുന്നത് എങ്കിലും യേശു മർക്കോസ് 16:16 പറഞ്ഞത് സത്യമാകയാൽ വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് വിശ്വസിച്ചവൻ വെള്ളത്തിൽ സ്നാനമേറ്റ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് രക്ഷിക്കപ്പെടണമെന്ന് യേശുവിന്റെ വാ കൊണ്ട് പറഞ്ഞതിനാൽ പുനർജനന സ്നാനം എന്ന വാക്കിന് വാച്യമായ ഒരർത്ഥം അങ്ങനെ ലഭിക്കുന്നുണ്ട്. പുനർജനന സ്നാനം കൊണ്ടും പിന്നെ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. 2 ഘടകങ്ങളോട് ചേർത്ത് പറയണം. ഒന്ന്, നമ്മുടെ രക്ഷിതാവായ യേശു മുഖേന നമ്മെ രക്ഷിച്ചേച്ച് യേശു മാറിയിരിക്കുകയല്ല, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാ. ഹല്ലേലൂയ. എനിക്കൊരു അഡ്വക്കേറ്റ് പിതാവെന്ന വലിയ ജഡ്ജിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അത് എന്റെ അഡ്വക്കേറ്റാ. ഹല്ലേലൂയ. അത് നമ്മുടെ അഡ്വക്കേറ്റാ. കർത്താവായ യേശു എന്ന ആ രക്ഷകൻ ഇന്നൊരു അഡ്വക്കേറ്റായി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. മാത്രമല്ല ആത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവ് നമ്മെ ദൈനംദിനം നവീകരിക്കുക. ഇന്ന് പകൽ എവിടെയാണ് നവീകരണം വേണ്ടത്? ആത്മാവിൻ്റെ ചെറിയ സന്ദേശങ്ങൾ, ആത്മാവിൻ്റെ ചെറിയ സ്പർശനങ്ങൾ, ആത്മാവിൻ്റെ ചില ചെറിയ ഇൻഡ്യൂഷനുകൾ, ആത്മാവിൻ്റെ ചില നടത്തിപ്പുകൾ തിരസ്കരിച്ചു കളഞ്ഞവരെ മടങ്ങി വരിക. ഈ ആത്മാവിൻ്റെ നവീകരണം കൊണ്ടും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് തിരിഹിതമായി. ഒടുവിൽ ഉത്തമഗീതം വായിച്ച് നിർത്തിക്കോട്ടെ. 8:5 ഉത്തമഗീതം 8:5 വായിച്ചു നിർത്തട്ടെ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നൊരുവൾ ആര്? ഈ മണവാട്ടിയെ കുറിച്ച് നമ്മൾ അവിടെ തുടങ്ങിയത്. ഈ തിരുസഭയെ കുറിച്ച്, ഈ കന്യകയെ കുറിച്ച് 1-ാം അധ്യായം തന്നെ ഒരു ചോദ്യം ചോദിച്ചു ഉത്തമഗീതത്തിൽ. പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും 1-ാം അധ്യായത്തിലെ ഒരു ചോദ്യം, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരിവളാർ. മറിക്കല്ലേ, എവിടുന്നാണ് നമ്മുടെ വരവ്? മരുഭൂമിയിൽ നിന്നാ. ഇതൊരു മരുഭൂമിയാണ്. ഇവിടെ വേണ്ട നന്മകൾ ലഭിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം. ഇവിടെ മന്ന ഉണ്ട്, ഇവിടെ മേഘമുണ്ട്, ഇവിടെ പാറയിൽ നിന്ന് വെള്ളമുണ്ട്. തീക്കൽ പാറയിലെ വെള്ളവും പാറയിൽ നിന്നുള്ള തേനും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ മരുഭൂമിയാണ്. ഇവിടെ എല്ലാ നന്മകളും ഉണ്ടെങ്കിലും 3 നേരത്തിന് 4 നേരം ആഹാരം എന്ന് മലയാളത്തിൽ പറയും. അതെല്ലാം ഉണ്ടെങ്കിലും, ജീവിക്കുവാൻ ആവശ്യമുള്ള കംഫോർട്ട്സ് എല്ലാം ഉണ്ടെങ്കിലും, ഞാൻ ചാരുന്നത് എൻ്റെ പ്രിയന്റെ മേലാണ്. കാര്യം ഞാൻ മരുഭൂമിയിലാണ്.
എനിക്ക് ആശ്രയിപ്പാനുള്ള ആകെ ഇടം എൻ്റെ യേശുവാ. ഇന്ന് പകൽ ചിലരോടൊന്ന് പറഞ്ഞു, എൻ്റെ ആശ്രയം ക്രിസ്തുവിലാകട്ടെ, എൻ്റെ ആശ്രയം ക്രിസ്തുവിലാകട്ടെ. ഒരിക്കലൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ആശ്രയ കൊടിമുടിയേ, അഭക്തന്മാർ കേറാത്ത വൻകിരിയേ. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ യേശുവിലാ. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു ഒരു വളാർ. എളുപ്പം വായിച്ചാട്ടെ. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. നിന്നെ ഉണർത്തിയത് എവിടുന്നറിയാമോ? നാരകത്തിന്റെ ചുവട്ടിൽ. ആ തകർന്ന അസ്ഥികൾ, ആ പന്നിയുടെ ജീവിതം, നാരകം മുള്ളിനെയും വേദനയെയും പുളിപ്പിനെയും ഒരുമിച്ച് കാണിക്കുന്ന കാൽവറിയ. ഹല്ലേലൂയ. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് വായിച്ചു തീർത്താട്ടെ. ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. എന്റെ ജനനം ക്രൂശിന്റെ ചുവട്ടിലാ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തുല്യ കന്യകയായി, യേശുവിന്റെ മണവാട്ടിയായി പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നത്, അയ്യോ പൈതലേ, നമ്മുടെ ജനനം എവിടെയാ? ആ നാരകത്തിൻ ചുവട്ടിൽ. ഹല്ലേലൂയ. കയ്പ് കലർന്ന പുളിച്ച കണ്ടിമാവ് അവന് കുടിക്കാൻ കൊടുത്തപ്പോൾ ആ പുളിച്ച വീഞ്ഞ് രുചിച്ചു നോക്കിയവൻ നാരകത്തെ പ്രസ്താവിച്ച ആ പുളിപ്പ് കാൽവറിയിൽ അനുഭവിച്ചവൻ. അതിന്റെ മുള്ളും വേദനയും അടങ്ങുന്ന ആ വേദന കാൽവറിയിലിട്ട് പിടഞ്ഞവൻ. അവിടെ നിന്നാണ് ഞാൻ ജനിച്ചത്. ഇന്ന് പകൽ ദൈവഭക്തരിൽ ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ ജനനം നാരകത്തിന് ചുവട്ടിലാ. ഹല്ലേലൂയ. അതിൻ്റെ പുളിപ്പും അതിൻ്റെ വേദനയും മുള്ളും യജമാനൻ അനുഭവിച്ചതിനാൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്, എൻ്റെ യേശു എനിക്ക് ജന്മം തന്നത് അവിടെ നിന്നാ. ഹല്ലേലൂയ. ആദാമിന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് ഹൗവയാക്കി മാറ്റിയതുപോലെ പിളർക്കപ്പെട്ട ചങ്കിൽ നിന്ന് ഹല്ലേലൂയ ഒരു സഭയെ പുറത്തെടുക്കുവാൻ ഭർത്താവിന് തിരിഹിതമാകയാൽ എന്നെ പുറത്തെടുത്തു. ക്രൂശിന്റെ വേദന, കൽവരിയുടെ പുളിപ്പ്, കൽവരിയുടെ മുള്ള് എനിക്ക് ജനനം തന്നതിനാൽ എൻ്റെ ജനനസ്ഥാനം ഞാൻ മറക്കത്തില്ല. എന്നെ പ്രസവിച്ചവൾക്ക് നോവ് കെട്ടിയത് അങ്ങനെ ഞാൻ താവോട്ട് വായിക്കുന്നില്ല, അവിടെ വച്ചാ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഈ ഒരു ക്രിസ്തീയ ജീവിതത്തെ, ഈ ഒരു ആയുസ്സിൽ ഞാൻ പാഴാക്കി കളയത്തില്ല. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ പടപൊരുതും. ഞാൻ ആയുധം കണ്ട മാറത്തില്ല, ശത്രുവിനെ കണ്ട പേടിക്കത്തില്ല. ആയുധമാണ് എനിക്ക് ഏതുമില്ല. അവസരം കിട്ടുമ്പോൾ ഊക്കോടെ മാന്തി ആത്മാവിൽ ആരാധിച്ച് ഉല്ലസിക്കും. ആത്മയുദ്ധം വന്നാൽ ഞാൻ എതിർത്ത് നിൽക്കും. പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ, പടയെയും പടനായകനെയും ദൂരത്ത് നിന്ന് മണക്കുവാൻ, വരുന്നുവെന്ന് മുന്നറിയിപ്പ് തരുവാൻ, കാഹളനാദം കേൾക്കും തോറും ഹാ ഹാ എന്ന് ചിനയ്ക്കുവാൻ, എന്ന വാടാ പിശാചേ എന്ന് പറയുവാൻ ചിലരെ കൂടെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. വിളി കേട്ടിട്ടും കഴിയാതെ പോയ ചിലര് ഇന്ന് പകൽ സമർപ്പിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഒന്നുകൂടെ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. രോഗികൾക്ക് വേണ്ടി, വിടുതലുകൾക്ക് വേണ്ടി, പലതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഹാർവസ്റ്റ് ഗിവ് മീ അനദർ മിനിറ്റ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്, അയ്യോ വൈതലേ, ഒന്ന് എഴുന്നേറ്റ് നിന്നു. അതാത് സ്ഥാനങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ടെന്റിനകത്തിരിക്കുന്നവർ, ദൈവം എന്നോട് സംസാരിച്ചു, ഇന്ന് എന്റെ മേലൊരു പകർച്ച ഉണ്ടെന്ന് പറയുന്നവർ ഒന്ന് എഴുന്നേറ്റോ. കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ, യേശുവിന്റെ പ്രതിപുരുഷൻ എന്ന പദവിയിൽ നിന്ന് ഇന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ചില രോഗികൾ വിടുതൽ പ്രാപിക്കുവാൻ, ആശുപത്രിയുടെ ബെഡുകൾ ഒഴിയാതെ വണ്ണം കാലങ്ങളായി കിടക്കുന്ന ചിലത് യേശുവിൻ നാമത്തിൽ വെളിയിൽ വരുവാൻ, അതിന്റെ മുമ്പിൽ ക്യാൻസറുകൾ, അതിന്റെ മുമ്പിൽ ട്യൂമറുകൾ, അതിന്റെ മുമ്പിൽ നീരുകൾ, പഴുപ്പുകൾ, അസ്ഥിയുടെ തകർച്ചകൾ എന്തൊക്കെ ബാധിച്ചാലും ഇന്ന് പകൽ അവയോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ആയുധപാണിയെ കീഴടങ്ങി മാറ്. ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവജനത്തിനും എതിരെ ആയുധങ്ങൾ ഉയർത്തുന്ന ആയുധപാണികളെ നിങ്ങളെ കണ്ട് പിന്മാറത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഛേദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ ഛേദിക്കുന്നു. തവേ, ഈ ജനത്തിന്റെ മേൽ ഒരധികാരത്തിന്റെ കൈമാറ്റം ഒന്നുകൂടെ പകരുവാൻ, കൃപയുടെ കൈമാറ്റം ഒന്നുകൂടെ നടത്തുവാൻ, വിടുതലിന്റെ വൻകരം ഒന്നുകൂടെ നീട്ടുവാൻ അടിയനിവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചവരുടെ മേൽ കർത്താവ് ശക്തി അയച്ചിരിക്കയാൽ, കർത്താവ് ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ എത്രയോ അധികമായി അങ്ങ് പകർന്നിരിക്കയാൽ അങ്ങേക്ക് നന്ദി, മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാൽ